അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാർന്ന് ഭരതകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്നത് ഭാഷാവരത്തെക്കുറിച്ചാണ്. ആൾക്കാർക്ക് എപ്പോഴും കറിസ്മാറ്റിക് ആധ്യാത്മിക സരണികളെ വിമർശിക്കുന്നവർക്ക് മനസ്സിലാകാത്തത് ഭാഷാവരമാണ്. ഭാഷാവരം എന്ന് പറഞ്ഞാൽ ഭാഷാവരം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി വരണത് ഈ രോഗശാന്തിപരവും ഭാഷാപരമായിട്ടാണ്. അതുപോലെ ഡെലിവറൻസും ഭാഷാപരമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതിനാൽ ആത്മാവ് തന്നെ അവാച്യമായ നെടുവീർപ്പിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യസ്ഥ വഹിക്കുകയാണെന്നില്ല. റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവിൻ്റെ സഹായമാണ് ഈ ഭാഷാപരമായിട്ട് വരണം. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, നമുക്കറിയത്തില്ല. എന്നാൽ അവാച്യമായ നെടുവീർപ്പിനാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പം ഉദാഹരണത്തിന് ഈ ഭാഷാപരത്തിൽ ഒരു സിലബിൾ ഉണ്ടാവും, നോൺസെൻസ് സിലബിൾ ഉണ്ടാവും അല്ലേ? ഇപ്പം കൃപാസനത്തിലൊക്കെ ഉപയോഗിക്കണ യാ സിരിയ അറാബി, അത് എപ്പോഴും കിട്ടണമല്ലത്. ഏതെങ്കിലും ഒരു അഭിഷേക സമയത്ത് എനിക്ക് വേണ്ട 2000 അടുത്ത അല്ലെങ്കിൽ ഈ നമ്മുടെ കടലോര കൃപാവരിഞ്ഞ കാലത്ത് കിട്ടിയതാണത്. എപ്പോൾ കിട്ടി ഞാൻ ഇപ്പോഴും ഓർക്കണില്ല. പക്ഷേ ഭാഷാപരത്തിൻ്റെ ഒരു രീതി എന്ന് പറയണത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിച്ചാൽ മതി. അല്ല ഓരോ സമയത്തും ഓരോ ഭാഷാപരം അറിഞ്ഞു കിട്ടത്തില്ല. മറിച്ച് ഒരു ഭാഷാപരത്തിൻ്റെ സിലബിൾ കിട്ടിയാൽ അത് പിന്നീട് ഉപയോഗിക്കുമ്പോൾ, വിശ്വാസത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ എന്താ പ്രോബ്ലം വെച്ചാൽ ഇപ്പോൾ ഒരാൾ പനിയാണെന്നും പറഞ്ഞ് വരുന്നത്, അപ്പം നമ്മൾ അവരെ പ്രാർത്ഥിക്കുന്നത്. പനിയാകണം നിർബന്ധമില്ല, വല്ല മഞ്ഞപ്പിത്തവരായിരിക്കും, അറിയത്തില്ലല്ലേ. അപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ കഥയൊക്കെ വെച്ചുകൊണ്ട് ഭാഷാപരത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആത്മാവ് തന്നെ ആ യഥാർത്ഥ രോഗം വിവേചിച്ചിട്ട് കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഇതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എടുക്കാൻ പോകുമ്പോഴും ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ഭാഷാപരത്തെ കിട്ടിയാൽ നല്ലതാണ് ഭാഷാപരം. അല്ലെങ്കിൽ ഭാഷാപരം കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നവരെ നല്ലത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. അത് പിന്നെ ആ കുഴപ്പമില്ല. കാര്യം അതിൻ്റെ അകത്ത് ദൈവം തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ അറിഞ്ഞല്ല പ്രാർത്ഥിക്കണമെങ്കിലും കർത്താവ്, ഞാനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കാണാൻ പോവുകയാണ്, എനിക്കറിയത്തില്ല, നീ തന്നെ അത് സെലക്ട് ചെയ്യണം, എനിക്ക് പറ്റാത്തതാണ്, എൻ്റെ കുടുംബത്തിൽ പറ്റാത്തതാണെങ്കിൽ നീ അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിന് പകരം സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈ കേസ് എടുത്താലും അതിൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങയുടെ അത് സ്വീകരിക്കാതിരിക്കുന്നതല്ല, സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഇപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു ഓപ്പൺനെസ് സ്പിരിറ്റുണ്ട്. പ്രാർത്ഥനയ്ക്ക് അന്തിമ തീരുമാനം കർത്താവിൻ്റെതായിരിക്കും. അത് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഭാഷാപരം എന്ന് പറയുന്നത്. പക്ഷേ ഭാഷാപരം അങ്ങനെ ക്വാളിറ്റിയുള്ള മറ്റു വരങ്ങളെപ്പോലെ അല്ലെന്ന് സെൻറ്റ് പോളും ആദിമസഭയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ആക്രാന്തം മൂത്ത് ഭാഷാപരം ഇല്ലെങ്കിൽ എനിക്ക് കൃപ കിട്ടില്ലെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ തന്നെയും ദൈവസ്നേഹത്തോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് അതിലും പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഭാഷാപരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കിട്ടുന്നില്ലെങ്കിൽ കിട്ടാൻ വേണ്ടി കിടന്നുകൊണ്ട് മത്സരം പിടിക്കുകയോ വെബ്രാളം കാണിക്കുകയോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാര്യം ഭാഷാപരം പറഞ്ഞാണ് സഭയെ മറ്റുള്ള ആൾക്കാർ പലരും അവമതിക്കണത്. ചില ആൾക്കാരുടെ ഭാഷാപരം കേട്ട് കഴിഞ്ഞാൽ അത് കോമഡി പോലെ തോന്നുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തോ ഒക്കെ സത്യസന്ധമാണോ എന്ന് നമുക്കറിയത്തില്ല, നമുക്ക് വിധിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാലും മതി. പക്ഷേ അതിൻ്റെ അകത്ത് വിശ്വാസം ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. പക്ഷേ അതിനേക്കാളുപരി വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തിലും ഒരു പ്രാർത്ഥനയും ഹെവി ഡ്യൂട്ടി ചെയ്യത്തില്ല. ഹെവി ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സമർപ്പണം വേണം.
സമർപ്പണം എന്ന് പറയുന്നത് ദൈവ മനസ്സിനുള്ള സമ്പൂർണ്ണമായ കീഴ്വഴങ്ങലാണ്. അതിന് തയ്യാറായിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ അന്തിമ തീരുമാനം എൻ്റെ കർത്താവിൻ്റെതാണെന്ന് പറയുന്നവർക്കാണ് ദൈവം അതിൻ്റെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ വിശുദ്ധ അൽത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഓർത്തതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജിമ്മി വർഗീസ് ജോസ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള പച്ച ചേക്കടിക്കാട് ലൂർദുമാത പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2024 ഫെബ്രുവരി 22 കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമയത്താണ് എൻ്റെ ഭാര്യയുടെയും ചേച്ചിയുടെയും നിർദ്ദേശപ്രകാരം ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത നിമിഷത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ 2 അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒന്ന്, 10 വർഷമായി എനിക്കുണ്ടായിരുന്ന മദ്യപാനം ആ നിമിഷം തന്നെ വിട്ടുമാറി. 2, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉറക്കം വരുമായിരുന്നു. അതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ ഒട്ടും താല്പര്യം തോന്നാറില്ലായിരുന്നു. പക്ഷേ അന്ന് മുതൽ എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായിക്കാൻ അതിയായ ആഗ്രഹം എന്നിലുണ്ടായി. ഉടമ്പടി എടുത്ത് ഓൺലൈനായി ഉടമ്പടി എടുത്ത് 3 മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചു തീർന്നു. അതുപോലെ തന്നെ എനിക്ക് അതിനു മുമ്പ് ഈ ബൈബിൾ ക്ലാസ്സുകളോ ധ്യാന പ്രസംഗങ്ങളോ കേട്ടിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ അന്ന് മുതൽ അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. 3 to 4 മന്ത്സിൽ ഞാൻ അച്ഛൻ്റെ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കണ്ടു തീർത്തു. ഞാൻ 2024 ഖത്തറിൽ ഒരു സ്കൂളിൽ ഫിസിക്സ് അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. 14 വർഷമായി ഞാനവിടെ ജോലി ചെയ്യുകയായിരുന്നു. എൻ്റെ വൈഫ് അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ വൈഫിന് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സായി ജോലി കിട്ടി. ഞാൻ അപ്പോൾ എൻ്റെ സ്കൂളിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. ഞാൻ പോകുന്നതിന് 6 മാസം മുമ്പാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തത്. എൻ്റെ ചെയർമാനുമായിട്ട് ഞാൻ വളരെയധികം വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ടായിരുന്നു. അവരെൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു. അതിന് പ്രകാരം ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പായിട്ട് നാട്ടിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു, വീട് വെക്കേറ്റ് ചെയ്തു. പക്ഷേ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ചെയർമാൻ എന്നോട് പറഞ്ഞു, ജിമ്മിക്ക് പോകാൻ പറ്റുകയില്ല, 1 മാസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിൻ്റെ ഓസ്ട്രേലിയയിലെ ജോയിനിങ് ഡേറ്റും ടിക്കറ്റും എല്ലാം കാണിച്ചിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. പക്ഷേ എൻ്റെ ചേച്ചിയും എൻ്റെ വൈഫും ഒക്കെ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തതാണ്, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഉടമ്പടി ഉപ്പ് ഞാൻ ചെയർമാൻ്റെ ഡോറിൻ്റെ വാതിക്കൽ അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിച്ചാണ്, ഞാൻ ടിക്കറ്റ് മാറ്റിയില്ല. പക്ഷേ പോകുന്നതിന് 2 ദിവസം മുമ്പ് ചെയർമാനോട് പറഞ്ഞു, ജിമ്മി പൊക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം 2024 ജൂൺ 19 ഞാൻ ഓസ്ട്രേലിയയിൽ എത്തുന്നത്. ഈ ഉടമ്പടിയിൽ നിന്ന് ഒരു എല്ലാ നിബന്ധനകളും പാലിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. ഓസ്ട്രേലിയയിൽ അവിടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുമായിരുന്നു. എല്ലാവരോടും എൻ്റെ ഉടമ്പടിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങളും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ സ്റ്റൈഫൻഡോടുകൂടി PhD ചെയ്യാനുള്ള അവസരം കിട്ടി. അതുപോലെ വീട് വാങ്ങിക്കുന്നതിന് സ്റ്റൈഫൻഡ് ഉള്ളവർക്ക് ലോൺ കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വീട് വാങ്ങിക്കുന്നതിന് ലോൺ ബാങ്ക് ഒരു തടസ്സവും കൂടാതെ ലോൺ സാങ്ഷനാക്കി തന്നു. ആദ്യത്തെ 3 മാസം എൻ്റെ PhD വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഗൈഡിന് എന്നെ വലിയ താല്പര്യമായിരുന്നു. പക്ഷേ വീടിൻ്റെ പണി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പം ഡെയിലി 10 hours 12 hours ഒക്കെ ഞാൻ ലാബിൽ സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കാം ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നീട് ഈ മൈക്രോസ്കോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. എൻ്റെ ഗൈഡ് എന്നോടൊപ്പം നീരസം പ്രകടിപ്പിച്ചു തുടങ്ങി. ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇത് റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്, എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ കണ്ണ് രണ്ടും നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അവരെന്നെ ഉടൻ തന്നെ റോയൽ വിക്ടോറിയൻ മെൽബൺ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് ചെയ്തു. ഞാൻ അന്ന് രാത്രി തന്നെ റോയൽ വിക്ടോറിയനിൽ ചെന്നു. അവർ എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടില്ല, പക്ഷേ സാധാരണ ഒരു കണ്ണിനെയാണ് ഇത് ബാധിക്കുന്നത്, പക്ഷേ 2 കണ്ണിനെയും ബാധിച്ചിട്ടുണ്ട്. നോർമലി 3 to 4 മന്ത്സിൽ ഇത് ഫ്ലൂയിഡ് ഡിപ്പോസിഷനാണ് റെറ്റിനയിൽ. 3 to 4 മന്ത്സിൽ തന്നെ ക്യൂറാകും, ഇല്ലെങ്കിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. ട്രീറ്റ് ചെയ്താൽ കണ്ണ് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രോഗവിവരം പറഞ്ഞപ്പോൾ എൻ്റെ ഗൈഡ് എന്നോട് പറഞ്ഞു, ജിമ്മി ഇത് ഒരുപാട് റീഡിങ് ആവശ്യമുള്ള ഒരു പ്രൊഫഷനാണ്, അതുകൊണ്ട് PhD സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പക്ഷേ എൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോയി. പക്ഷേ 4 മാസത്തിന് ശേഷവും എൻ്റെ കണ്ണിന് പുരോഗതിയൊന്നുമില്ലായിരുന്നു. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇൻഡസ്ട്രി സ്പോൺസർ വർക്കായിരുന്നു ഇത്. അതുകൊണ്ട് അവർക്ക് എനിക്ക് അധികം വർക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നതാണ്, കാഴ്ച കുറവായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് PhD സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു.
ഞാൻ ഒരുപാട് വിഷമിച്ച ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നത്. ഒരുപാട് വിഷമിച്ച് എൻ്റെ കാറിൽ വന്നിരുന്നപ്പോൾ അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം ഞാൻ കൂടുകയായിരുന്നു. അപ്പോൾ അച്ഛൻ ഈ വചനം പറഞ്ഞു, ജോഷുവ 3:7 ഞാൻ മോശയുടെ കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ട് എന്ന് അവർ ബോധ്യപ്പെടുന്നതിന് ഞാൻ നിൻ്റെ അവരുടെ മുന്നിൽ ഉയർത്തും എന്ന വചനം. അച്ഛൻ ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇതിനുശേഷം ജോഷുവ മുന്നിൽ വന്നു നിന്ന ജോർദാൻ നദിയുടെ മുന്നിലാണ് മുന്നോട്ട് പോകാൻ മേലാത്ത അവസ്ഥ. അതിനുശേഷം ജോഷുവയെ പ്രവർത്തിച്ച അടയാളങ്ങൾ അച്ഛൻ വിവരിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ നല്ല ധൈര്യം തോന്നി. ഞാൻ മുന്നോട്ട് തന്നെ പോയി. 8ാമത്തെ മാസം വീണ്ടും എൻ്റെ കണ്ണിൻ്റെ ടെസ്റ്റിങ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിന് മാറ്റമൊന്നുമില്ല, സർജറി ചെയ്യണം. വീണ്ടും അവർ പറഞ്ഞു കണ്ണ് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കൃപാസനത്തിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എൻ്റെ കണ്ണ് പൂർണ്ണമായി സുഖപ്പെടും എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ 2 കണ്ണിലും തൈലം പൂശി കാശുരൂപം തന്നു പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രത്യേകിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് മെൽബണിൽ ചെന്ന് റോയൽ വിക്ടോറിയൻ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ 2 കണ്ണുകളും പൂർണ്ണമായി സുഖപ്പെട്ടു. എന്നോട് ഡോക്ടർ ചോദിച്ചു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കൃപാസനം എന്ന മാതാവിൻ്റെ പ്രതിഷ്ഠീകരണം നടന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ കണ്ണിൽ തൈലം അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കും. അങ്ങനെയാണ് എൻ്റെ അസുഖം മാറിയെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. PhD സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും മുന്നോട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതുപോലെ ഇത്രയും വലിയ രോഗശാന്തി എനിക്ക് കിട്ടിയിട്ടും എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിയിട്ടും എൻ്റെ മാനസിക സമ്മർദ്ദം, ടെൻഷൻ ഇതൊന്നും പൂർണ്ണമായും അന്നേരവും മാറിയിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ചേച്ചിയും എൻ്റെ വൈഫും എന്നോട് പറഞ്ഞു ഇത്രയും നാളും ടീച്ചറായിരുന്നല്ലോ, അതുകൊണ്ട് ടീച്ചറായിട്ട് തന്നെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ മുന്നിലുള്ള പ്രശ്നം മെൽബണിൽ ടീച്ചറാകണമെന്നുണ്ടെങ്കിൽ വിക്ടോറിയൻ രജിസ്ട്രേഷൻ എടുക്കണം. അതിന് IELTS എക്സാമിന് 8 സ്കോർ വേണ്ടത്. മലയാളം മീഡിയത്തിൽ പഠിച്ച എനിക്ക് IELTSന് 8 സ്കോർ കിട്ടുക എന്നുള്ളത് എനിക്ക് വിചാരിക്കുന്നതിനും അപ്പുറമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ട്രൈ ചെയ്യാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ISLPR എന്നൊരു എക്സാം ഉണ്ട്, അത് നേഴ്സിങ്ങിന് OET പോലെയാണ്, ഇതിന് ടീച്ചിങ് റിലേറ്റഡ് ടോപ്പിക്സാണ് വരുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞു. അതിന് മാക്സിമം സ്കോർ 5 അതിൽ 4 കിട്ടണം, IELTS 8 ഈക്വലൻ്റ് ആയിട്ട്. ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:30 ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂർ ഉറക്ക ഇംഗ്ലീഷ് ബൈബിൾ വായിക്കും. പിന്നീടാണ് ഞാൻ പഠനം തുടങ്ങിയിരുന്നത്. കേവലം 1.5 മാസമാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ എക്സാമിന് വേണ്ടി പോവുകയാണ്. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളം സംഭവിക്കുന്നത്. ഞാൻ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ മുന്നിലിരിക്കുകയായിരുന്നു. എൻ്റെ സൈഡിൽ ഒരു ഓസ്ട്രേലിയൻ ചെറുപ്പക്കാരനാണ് ഇരുന്നത്. നന്നായി വിശ്വാസം കുറവുള്ള ചെറുപ്പക്കാരാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഈ വിശ്വാസം തീരെയില്ല. പക്ഷേ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാനപ്പോൾ കൗതുകത്തോടെ നോക്കി എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം ബൈബിളായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഞാനും അപ്പോൾ വിചാരിച്ചു ദൈവമേ ഉടമ്പടി എടുത്ത് ഞാൻ ബൈബിൾ വായിച്ചില്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ ഫോണിൽ ബൈബിൾ റാൻഡമായി ഓപ്പൺ ചെയ്ത് ഞാൻ വായിച്ചു. അപ്പം എനിക്ക് കിട്ടിയ വചനം അപ്പസ്തോല പ്രവർത്തനം 1:5 എന്തെന്നാൽ യോഹന്നാൻ വെള്ളത്താൽ സ്നാനം നൽകി, നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. ആ വചനം വായിക്കുന്ന സമയത്ത് ഡ്രൈവർ സൈഡ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് വണ്ടി കയറുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ തന്നെ അതിന് മുമ്പോ പിന്നീടോ സംഭവിച്ചിട്ടില്ല, ഒരു പ്രാവ് പറന്ന് വന്ന് ഫ്രണ്ടിലെ സ്ക്രീനിൽ കൂടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നീട് റോഡിൽ പറന്നിറങ്ങി. 1 മിനിറ്റ് ഡ്രൈവർ ആ പ്രാവ് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നീട് വണ്ടി എടുത്തത്. എനിക്കപ്പം തന്നെ മനസ്സിലേക്ക് പ്രത്യേക ഒരു ധൈര്യം വന്നു. പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം എനിക്ക് വന്നു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ടെൻഷൻ, ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന ടെൻഷൻ ആ സമയത്ത് എനിക്ക് വിട്ടുമാറി. ഞാൻ എക്സാമിന് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ ഞാൻ ഈ വചനഭാഗം ഉരുവിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം ഹാളിൽ ചെന്നത്. അവിടെ ചെന്നപ്പം ഞാൻ മാത്രമായിരുന്നു ആദ്യമായി എക്സാം എഴുതുന്ന ആൾ. ബാക്കി എല്ലാവരും 5ാമതെയും 6ാമതെയും തവണ എഴുതുന്നവരായിരുന്നു. കാരണം IELTSന് 8 ഈക്വലൻ്റ് അല്ലെങ്കിൽ ISLPRന് Band 4 അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം എനിക്ക് പക്ഷേ ഒട്ടും ഒരു സംശയം തോന്നിയില്ല. ഞാൻ ധൈര്യമായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. അവിടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാതാവ് എന്നെ കാണിച്ചു തന്നു. എന്നെ എക്സാം നടത്തിയത് IELTS എക്സാമിൻ്റെ ക്രിയേറ്ററാണ്.
അദ്ദേഹമാണ് ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണ്. എനിക്കത് അറിയില്ലായിരുന്നു അദ്ദേഹമാണ് എന്നെ എക്സാം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ടെൻഷനൊന്നും കൂടാതെ വളരെ ശാന്തമായി എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് ലിസണിങ് വളരെ ബുദ്ധിമുട്ടായിരുന്നു, റീഡിങ്ങും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് കിട്ടില്ല, അഥവാ എനിക്ക് പാസ്സായാൽ അതിൽ മാതാവിൻ്റെ ഈശോയുടെ ഒരു കയ്യൊപ്പുണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് ലിസണിങ്ങിന് 4 സ്കോർ വേണ്ടത്, 4+, അതായത് 5 മാക്സിമം. അത് IELTS 8 മുകളിലുള്ള സ്കോറാണ്. ആ സ്കോർ നൽകി എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് ടീച്ചർ രജിസ്ട്രേഷന് 4 to 5 വീക്സാണ് നോർമലി എടുക്കുന്നത്. അവിടെ സമയച്ചുരുക്കം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അപ്ലൈ ചെയ്ത് വിതിൻ 10 days എനിക്ക് ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടി. പിന്നീട് എനിക്ക് വേറൊരു അനുഭവം ഉള്ളത്, എനിക്ക് ഒരു 6 വർഷമായി ഉറക്കത്തിൽ ത്രോട്ട് ഡ്രൈ ആയിട്ട് ശ്വാസം കിട്ടാതെ ചുമച്ച് പിടഞ്ഞെണീക്കുന്ന ഒരു കണ്ടീഷനുണ്ടായിരുന്നു. ഇത് സ്ലീപ്പ് ആപ്നിയാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാലും ഈ ശ്വാസം കിട്ടാതെ നമ്മൾ കുറച്ച് നേരം ബുദ്ധിമുട്ടുമായിരുന്നു. ഞാനപ്പോൾ ഒരു ദിവസം കൃപാസനത്തിൻ്റെ ഉപ്പെടുത്തിട്ട് ഈ തൊണ്ടയിൽ വെച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല. പല പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, പ്രശ്നങ്ങളല്ല, പല പ്രശ്നങ്ങളുടെയും നടുവിൽ ശാന്തമായി ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു വരമാണ് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും പല പ്രശ്നങ്ങളും, പക്ഷേ ഒരു പ്രശ്നങ്ങളും എന്നെ ടച്ച് ചെയ്യുന്നില്ല. അച്ഛൻ എപ്പോഴും പറയാനുള്ള വാക്യം ലൂക്കായുടെ സുവിശേഷം 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുക്കളുടെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശാന്തമായി ദൈവത്തെ ആരാധിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും എന്നുള്ളത്. ഉടമ്പടി എന്താണെന്ന് എന്നോട് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലരോടും പറയാറുണ്ട്, പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ ഡിഫറൻഷിയേറ്റഡ് ലേണിംഗ് ലെവൽസുള്ള ദൈവത്തെ നിത്യതയിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്ന വിശുദ്ധമായൊരു ജീവിത മാർഗമാണ് ഉടമ്പടി എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എൻ്റെ മദ്യപാനം 10 വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനം മാറി എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായി ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നീട് കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ കൃപാസനം പത്രം, ഇംഗ്ലീഷ് പത്രം ഞാൻ മെൽബണിൽ ദൈവവചനം എഴുതി അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. പിന്നെ ഇവിടെ ജപമാല റാലി നടക്കുന്ന സമയത്ത് മെൽബണിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളോട് ചേർന്ന് അവിടെ ജപമാല ചൊല്ലി റാലി നടത്താറുണ്ട്. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. യെശയ്യാ 50:10 നിങ്ങളിൽ ആരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ ദാസൻ്റെ വാക്കനുസരിക്കുകയും ചെയ്യുന്നത്? പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നിട്ടും കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുകയും തൻ്റെ ദൈവത്തിൽ അഭയം തേടുകയും ചെയ്യുന്നവൻ തന്നെ. യേശുവിൽ പ്രിയമുള്ളവരെ, ജിമ്മി വർഗീസ് ജോണിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത്, വചനത്തിലൂടെയാണ് അദ്ദേഹം മാറ്റം സംഭവിച്ചത്. കണ്ണിന് രണ്ടിനും കാഴ്ചയില്ലാതെ ഇരുന്നപ്പോൾ, ഒരു വഴിയും മുന്നിലില്ലെന്ന് കണ്ടപ്പോൾ പരിശുദ്ധമ്മയിൽ ആശ്രയിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പിലൂടെ അദ്ദേഹത്തിന് പരിശുദ്ധമ്മ അന്ധകാരത്തിൽ നിന്ന് പ്രകാശം നൽകി. കണ്ണിന് കാഴ്ച കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിച്ചു. കൂടുതൽ വചന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് മാറ്റം സംഭവിക്കും. നമ്മളൊരു പുതിയ വ്യക്തികളാകും. നല്ല പുതിയ പുതിയ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് അരമണിക്കൂർ നേരം ഉടമ്പടി എടുത്തവർ നിങ്ങൾ വചനം വായിക്കണമെന്ന് പറയുന്നത്. ഈ ജിമിഷനിലൂടെ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ്. എവിടെ ചെന്നാലും വചനമാണ് അദ്ദേഹത്തിന് വായിക്കാൻ ഒരു പ്രചോദനം നൽകിയത്. അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്തും പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ ചെയ്തും അദ്ദേഹം ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായി പിടിച്ചെടുത്തു. അങ്ങനെ പരിശുദ്ധമ്മ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജിമ്മിയെ പ്രകാശത്തിലേക്ക് നയിച്ച് ശക്തനായവനെന്ന് വൻകാര്യം ചെയ്തു കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധമ്മ ജീവനോടുകൂടി ആൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ വന്ന് മനുഷ്യരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കിയ ഈ സമയത്തിന്
അമ്മയും ഈശോയും നൽകിയ വൻ കൃപകൾക്ക് നമ്മൾക്ക് കൈയടിച്ച് കരങ്ങളടിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനങ്ങൾ 116, 12, 13. ഞാൻ ഷിബി ജിമ്മി, ഇതെൻ്റെ രണ്ടാമത്തെ മോളാണ് ജെസിക്ക ജിമ്മി, മോൻ ചാൾസ് ജിമ്മി. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോൾക്ക് വരാൻ സാധിച്ചില്ല. ഞങ്ങൾ പാലാ കാത്തഡ്രൽ ഇടവക്കാരാണ്. ഇപ്പോൾ ഞാൻ ജോലി സംബന്ധമായിട്ട് പാലക്കാട് നിന്നാണ് ഞങ്ങൾ വരുന്നത്. 2022 ജൂലൈയിൽ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ ചെന്നൈയിലായിരുന്നു. ഞാൻ നേഴ്സാണ്. അവിടെ ഇപ്പോൾ പാലക്കാട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2022 പള്ളിയിൽ ഒരാൾ കൃപാസനം പത്രം തരുമ്പോഴാണ്. അപ്പോൾ കൃപാസനത്തെക്കുറിച്ചോ ഉടമ്പടിയെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആ പത്രം മുഴുവൻ ഞാൻ വായിച്ചു നോക്കി. കിട്ടിയ ഉടനെ തന്നെ വായിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഉടമ്പടിയും കാര്യങ്ങളും എന്താണെന്നും അതിലെ നിബന്ധനകൾ എന്താണെന്നും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്കത് വളരെ നന്നായിട്ട് തോന്നി, അതിലെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും. ആ സമയത്ത് വളരെയധികം പ്രയാസമുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. കാരണം എൻ്റെ മൂത്ത മോൾ 2 വർഷമായി നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, MBBS അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കൊറോണയൊക്കെ കഴിഞ്ഞ സമയമാണ്. എനിക്ക് ലീവ് കിട്ടാൻ വളരെയധികം പ്രയാസമാണ്. അങ്ങനെ നീറ്റ് എക്സാമിൻ്റെ തലേദിവസമാണ് എനിക്ക് ഉടമ്പടി എടുക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തു. പിറ്റേ ദിവസം എക്സാം. വിശുദ്ധ ഉപ്പും അതുപോലെ ഉടമ്പടി തൈലം, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പുരട്ടിയാണ് മോളും പരീക്ഷയ്ക്ക് പോയത്. അങ്ങനെ ആ പരീക്ഷയിൽ അവൾക്ക് നല്ല വിജയം ലഭിച്ചു. അവളിപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ് MBBS 4th ഇയർ പഠിക്കുന്നു. അവൾക്ക് വരാൻ സാധിച്ചില്ല. ഇത് എൻ്റെ രണ്ടാമത്തെ മോളാണ്. അവൾ +2 കഴിയാറായ സമയത്ത് +2വിന് ശേഷം എന്ത് പഠിക്കണം, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കുമ്പോൾ അവളെ വെളിയിൽ കാനഡയിൽ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവളെ നേഴ്സിങ്ങിന് വിടാമെന്ന് ഞങ്ങൾ ആലോചിച്ചു. മോൾക്ക് പക്ഷേ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് മെഡിസിന് പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ ആ വർഷം 2024 നീറ്റ് പരീക്ഷ എഴുതുകയും 2023 നീറ്റ് പരീക്ഷ എഴുതി അവൾക്ക് ഒരുവിധം നല്ല സ്കോർ ലഭിച്ചു. അപ്പോൾ അതിനി 1 വർഷം കൂടി പഠിച്ചെഴുതണമെന്ന് അവൾ ആഗ്രഹം പറയുകയും അതിനനുസരിച്ച് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അവളുടെ ഹാർഡ് വർക്കും ഉടമ്പടിയിലുള്ള ജീവിതവും വഴി നന്നായിട്ട് പരീക്ഷ എഴുതി. പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം കുരിശ് വരച്ച് ഉടമ്പടി ഉപ്പ് വിശുദ്ധ ഉപ്പ് പരീക്ഷാ ഹാളിൽ ഇട്ടു. പക്ഷേ പരീക്ഷ എഴുതി വെളിയിലിറങ്ങിയപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. 2024 എക്സാം എല്ലാവർക്കും അറിയാം, ചരിത്രത്തിലെ തന്നെ ഏറ്റവും ടഫായ എക്സാമാണ്. അപ്പോൾ എന്തോ ഒരു പ്രത്യാശ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയും സിസ്റ്റർ ഇൻ ലോയും ഉടമ്പടിയിലുള്ളവരാണ്. അവൾ മോൾക്ക് വേണ്ടി നിയോഗം വെച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചു. അവർ പറഞ്ഞു, നീ ഒന്നും വിഷമിക്കണ്ട. ജോസഫ് അച്ഛൻ പറയാറില്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മൾ സാക്ഷ്യങ്ങളിൽ കേൾക്കാറില്ലേ, എളുപ്പമുള്ള പരീക്ഷയിലെല്ലാം ബുദ്ധിമുട്ടുള്ള പരീക്ഷയിലാണ് വിജയങ്ങൾ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതല്ലേ. ആ വിശ്വാസത്തിൽ പ്രാർത്ഥനയോടെ ഞങ്ങൾ മുന്നോട്ട് പോയി. 2025 ആ അഡ്മിഷനിൽ മോൾക്ക് തെലങ്കാന ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. അവളിപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അവൾക്ക് പള്ളി അടുത്തുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കണം, ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകാനൊരു അവസരം കൊടുക്കണം. 5 വർഷം കഴിയുമ്പോൾ പള്ളിയില്ലാതിരുന്നാൽ എന്താകും? അപ്പോൾ അതുപോലെ തന്നെ അമ്മ 2 സിസ്റ്റർമാർ, ഒരു ചെറിയൊരു കോൺവെൻ്റ് ഒരു സ്കൂളും അടുത്തുള്ള ഒരു സ്ഥലത്താണ് അവളുടെ കോളേജ്. ആ സിസ്റ്റേഴ്സ് എല്ലാ ഞായറാഴ്ചയും അവർ വന്ന് മോളെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുപോയാക്കുകയും ചെയ്യും. അതൊരു വലിയ ദൈവകൃപയാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ അവളുടെ അഡ്മിഷൻ്റെ സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കാതെ വന്നു. ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ലാസ്റ്റ് ഡേറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വളരെയധികം പ്രയാസം, വളരെ മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. ഇത് അപ്ലോഡ് ചെയ്തില്ല, എന്ത് ചെയ്യും?
അപ്പോൾ ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുട്ടുമേൽ നിന്ന് ഉതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ കൂടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാനും ഞങ്ങൾ പള്ളിയിൽ പോകാനും ഒക്കെ ഒരുമിച്ച് വരുന്നൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു, എന്ത് ചെയ്യും, ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു 5-6 വീട് അപ്പുറത്താണ്, ഞങ്ങളവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒത്തിരി ദൂരെയുള്ള, അതായത് അടുത്തുള്ളവരെ അത്ര പരിചയമില്ല, തൊട്ടടുത്തുള്ളവരെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ പറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളവിടെ അന്വേഷിച്ച് ചെന്നു. അപ്പോൾ ആ കുട്ടിയെ കണ്ടു. ആ കുട്ടി 1 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു തന്നു. അമ്മയുടെ അനുഗ്രഹത്തിനും ഈശോ ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. ഇത് മോനാണ്. അവനിപ്പോൾ +2 എക്സാം കഴിഞ്ഞു. ഞങ്ങൾ ചെന്നൈയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വരുവാണ്. 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴാണ് ട്രാൻസ്ഫർ ആയത്. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അവന് 10ലേക്ക് വരുവാണ്, അതുപോലെ 12 എങ്ങനെയാകുമെന്നറിയില്ല. അതുപോലെ പുതിയ സ്ഥലമാണ്. 10ാം ക്ലാസ്സിലെ അഡ്മിഷൻ്റെ സമയത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. അതെല്ലാം ഈ ഉടമ്പടിയിലുള്ള ജീവിതം 2022 മുതൽ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നത്. അതൊരു വലിയ ധൈര്യമാണ്, വലിയൊരു പ്രത്യാശയാണ്. അങ്ങനെ ഇവിടെ വന്നു. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല വിജയം നൽകി അമ്മയും ഈശോയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ ട്രാൻസ്ഫറിൻ്റെ ചെന്നൈയിലായിരുന്നുവെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രണ്ടാമത്തെ മോള് +2 പഠിച്ച് +2 എൻഡായി. മോന് 9ൽ നിന്ന് 10ലേക്ക് കയറുന്ന സമയമാണ്. അപ്പോൾ ട്രാൻസ്ഫർ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെയധികം വിഷമത്തോടുകൂടി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞിട്ട് പോയി, അമ്മേ, തക്ക സമയത്ത് എനിക്ക് ഉടമ്പടി ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതെ, അവരുടെ ഭാവിയെ പഠനത്തെ ഒന്നും ബാധിക്കാതെ സമയത്തിന് തന്നെ എനിക്ക് ട്രാൻസ്ഫർ തരണം എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയി. ഉടമ്പടി പുതുക്കി ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ഓർഡർ വന്നു. അപ്പോൾ ജനുവരി മാസമാണ്, മാർച്ചിൽ എക്സാം വരുവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ ഞങ്ങളുടെ MD പോയി കണ്ടു. ആ സാറ് എനിക്ക് പെർമിറ്റഡ് എന്ന് എഴുതി തന്നു, എക്സ്റ്റൻഷൻ തന്നു. എക്സാം കഴിയുന്നത് വരെ അവിടെ നിൽക്കുവാനും അനുവദിച്ചു. ആ സമയത്തിനുള്ളിൽ കുട്ടികളുടെ TC വാങ്ങിക്കുവാനും അവൻ്റെ അഡ്മിഷൻ ശരിയാക്കുവാനും അതുപോലെ ട്രാൻസ്ഫറിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യുവാനും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾ പാലക്കാട് ട്രാൻസ്ഫർ വന്നു. തിരികെ എനിക്ക് ചെന്നൈക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അതുപോലെ എനിക്കുണ്ടായ ഒരു രോഗസൗഖ്യമാണ്. ഞങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് എല്ലാ വർഷവും ഉണ്ട്. അങ്ങനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടക്കുമ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ 2 സൈഡിലും തടിപ്പ് പോലെ കാണപ്പെട്ടു. അപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് കൂടി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു തടിപ്പുണ്ടായത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അപ്പം മാമോഗ്രാം ചെയ്യാമെന്ന് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നാളെ തന്നെ വരാം, നമുക്ക് വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ ഡോക്ടർ എന്നെ കണ്ടപ്പം ചോദിച്ചു, എന്താ ഈ സ്കാൻ ചെയ്തോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നാളെ ഹസ്ബൻഡ് വന്നിട്ട് രാവിലെ പോകാനിരിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഡിലേ ചെയ്യണ്ട, ഉടനെ തന്നെ സ്കാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം എനിക്കാണെങ്കിൽ ഇതൊക്കെ എല്ലാം കേട്ടപ്പോൾ, നമ്മൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ടായിരിക്കും കുറച്ച് ടെൻഷൻ കൂടും. അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പേടി, ഇനി എന്താകും റിസൾട്ട് എന്നറിയില്ല. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന സമയമാണ്. അപ്പം ഞാൻ പ്രാർത്ഥനയിൽ തന്നെയാണ്, ഉടമ്പടിയിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഉടമ്പടി എടുത്ത മകളല്ലേ, ഒരു പ്രത്യാശ, ഒരു ധൈര്യവും എനിക്കുണ്ടായി. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പുരട്ടി ഞാൻ തനിയാണ് മാമോഗ്രാം ചെയ്യാൻ പോയി. മാമോഗ്രാം കഴിഞ്ഞു, അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, 100% ഇത് സിസ്റ്റാണ്, ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറാനുള്ളതേ ഉള്ളൂ. അതൊരു ചെറിയ ട്രീറ്റ്മെൻറ്റ് വഴിയായിട്ട് ആ രോഗസൗഖ്യം എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകോടി നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് എൻ്റെ അണപ്പല്ല് ദ്രവിച്ച് അത് എടുക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു. ഞാനിങ്ങോട്ട് ട്രാൻസ്ഫർ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് എടുക്കുമ്പോൾ മുകളിലത്തെ ഭാഗം അടന്നു പോവുകയും റൂട്ട് ചിലപ്പോൾ അവിടെ ഇരുന്ന് പോകാനുള്ള സാധ്യതയുണ്ട്, കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, അതുകൊണ്ട് കീറി എടുക്കേണ്ടി വരും, സ്റ്റിച്ച് ഇടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു.
ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിനി അത് സ്റ്റിച്ചിട്ട് അതെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്, വേദനയാണ്. അതുപോലെ ഈ വിസ്ഡം ടീത്താണ്, അതുകൊണ്ട് അതിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. നമ്മൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് അത് വേറെ ടെൻഷൻ. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് പോയി. ഒരു പ്രയാസവും കൂടാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആ പല്ലെടുക്കുവാനും ഒരു പ്രയാസവുമില്ലാതെ അത് ഉണങ്ങുവാനും സാധിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നു. ഇനി എൻ്റെ ദേഹത്തൊരു കുരു ഉണ്ടായി. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എക്സിഷൻ ചെയ്ത് ബയോപ്സിക്ക് അയക്കാം, അല്ലെങ്കിൽ ഞാൻ മരുന്ന് എഴുതി തരാം, അത് കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞില്ല ആ കുരു പിന്നീട് അതവിടെ ഇല്ല. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. എൻ്റെ പേഷ പ്രവർത്തനം, പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ, ട്രെയിനിൽ, അതുപോലെ ബസ് സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ആശുപത്രികളിലെല്ലാം കൊടുക്കും. ആദ്യമൊക്കെ കൊടുക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് അനുഭവമുള്ളതാണ്. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും കൊടുക്കും. ചിലരൊക്കെ വാങ്ങിക്കും. ചിലർ വാങ്ങിക്കാത്തവരോട് ഞാൻ പറയും, സാരമില്ല, യൂട്യൂബിൽ നോക്കിയാൽ ഇതിൻ്റെ സാക്ഷ്യങ്ങൾ ഈ പേപ്പറിലുള്ളതെല്ലാം കാണാൻ സാധിക്കും, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി, കുഴപ്പമില്ല, പേപ്പർ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോരും. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ 3 വർഷമായിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമിൽ, ഞാൻ അവിടെ പാലക്കാട് വന്നതിന് ശേഷം അവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സ്ഥലത്ത് ഇതുപോലെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോകാൻ തുടങ്ങിയത് മുതൽ ഇപ്പോൾ വരെയും സാധിക്കുന്ന ആഴ്ചയിൽ, എല്ലാ ആഴ്ചയിലും സാധിക്കാറില്ല, സാധിക്കുന്ന എല്ലാ ആഴ്ചയിലും അവിടെ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ, അവൾക്ക് മരുന്ന് കൊടുക്കുന്നത്, ഡ്രസ്സിങ് ചെയ്യുന്നത്, അതുപോലെ ഇഞ്ചക്ഷൻ വേണ്ടെങ്കിൽ അത്, പിന്നെ കുളിപ്പിക്കുന്നത്, നഖം വെട്ടുന്നത്, കാലിലെ നഖം വെട്ടുക, പിന്നെ മുടി വെട്ടുക, ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക, വിളമ്പി കൊടുക്കുക, ഇതങ്ങനെ സാധിക്കുന്ന കാര്യങ്ങൾ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആശുപത്രികളിൽ സന്ദർശിക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ക്യാൻസർ വാർഡിലൊക്കെ പോയി ചെയ്യുന്നുണ്ട്. ഭക്ഷണപ്പൊതി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഉടമ്പടി എടുത്തതിൽ പിന്നെ നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ട്. എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് നേരത്തെയും എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഇതുപോലെ നമ്മളൊരു സമയം കണ്ടെത്തി അതിനുവേണ്ടി മിനക്കെട്ട് ഇറങ്ങാറില്ല, അതാണ് സത്യം. ഇപ്പോൾ ഉടമ്പടിയിലായതിൽ പിന്നെ അതൊരു ആവേശത്തോടെ, അല്ല അത് ചെയ്യണം അത് എന്ന് വിചാരത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അത് തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്തതും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാത്തതുമായി സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സൂക്ഷിച്ചു വെക്കുമെന്ന യേശുവിൻ്റെ വചനം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ഓരോ കാരുണ്യ പ്രവൃത്തിയിലും നമുക്ക് മനസ്സിലാകും. നമ്മുടെ സമ്പാദ്യമൊന്നുമല്ല നമ്മളുടെ നിക്ഷേപം, നമ്മളുടെ ഈ കാരുണ്യ പ്രവൃത്തികളാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുപോലെ അത് വളരെയധികം എന്നെ സ്പർശിച്ചതാണ്. ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ കർത്താവ്, ഞാനാണ് നിൻ്റെ ദൈവം, നീ സംഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാനാണ് നിൻ്റെ ദൈവം, എൻ്റെ വിജയകരമായ വലത്ത് കൈ നിന്നെ താങ്ങി നിർത്തുമെന്ന വചനം ഞാൻ 2-3 പ്രാവശ്യം തന്നെ പറയും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ആത്മീയ ശക്തി എനിക്ക് ലഭിക്കും. അങ്ങനെ തിരുവചന വായനയിൽ അച്ഛൻ പറഞ്ഞതുപോലെ വായിക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാ ദിവസവും വായിക്കാൻ പറ്റാത്ത ദിവസം ഓഡിയോ ആണ് കേൾക്കാറുള്ളത് കൂടുതലും. ജോലി ചെയ്യുമ്പോഴാണെങ്കിലും കേൾക്കാമല്ലോ. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും മുടക്കാതെ കൂടാറുണ്ട്. രാവിലെയുള്ള പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥന, സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാറുണ്ട്. എന്നും പോകാൻ സാധിക്കാറില്ല, കാരണം ഡ്യൂട്ടി ഷിഫ്റ്റ് ആയതുകൊണ്ട് പറ്റുന്ന എല്ലാ ദിവസവും കുർബാനയിൽ പോകും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു. അതിനുവേണ്ടി സമയം കണ്ടെത്താറുണ്ട്. നേരത്തെ അങ്ങനെ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി പോകാറില്ല, അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ കുമ്പസാരിക്കുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവിത വിശുദ്ധിയിൽ നമ്മൾ വളരാനും മറ്റുള്ളവരിൽ യേശുവിനെ കാണുവാനും അതുപോലെ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും ഈ ഉടമ്പടി എന്നെ സഹായിച്ചു എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. യേശോയ്ക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഈ ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5. നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഉടമ്പടിയിൽ
ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതം വിജയത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും പതാകയായി മാറുകയാണ്. ഏത് സാഹചര്യങ്ങളായാലും ഒരു പക്ഷേ പരീക്ഷകളാവാം, ഇൻ്റർവ്യൂകളാവാം, രോഗാവസ്ഥയാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം വിജയത്തിലേക്കാണ്, ദൈവകൃപയിലേക്കാണ് ഉടമ്പടിയിലൂടെ നമ്മെ നയിക്കുന്നത്. ആ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമായി മാറുന്നത്. ഷിബി ജിമ്മി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ തൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കുമെന്ന വചനം എത്രയോ വ്യക്തമാണ്. കാരണം കുടുംബസഹിതം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെന്നൈയിൽ വെച്ച് കൃപാസനത്തിൻ്റെ ഒരു പത്രം ലഭിക്കുകയും ഒരു പള്ളിയിൽ വെച്ചാണ് ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിഞ്ഞത്, ആ പത്രത്തിലൂടെ. പിന്നീട് ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. 2 മക്കൾക്കും MBBSന് പോകുവാനായിട്ട്. ആദ്യം മൂത്ത മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരുവനന്തപുരത്ത് നീറ്റ് എക്സാം പാസ്സായി MBBSന് അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ 4th ഇയർ MBBS പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ പറഞ്ഞത്, എൻ്റെ മക്കളുടെ പഠിത്തം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ദൈവത്തിൻ്റെ കൃപയാലാണ് എൻ്റെ മക്കൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നു എന്നാണ്. ഇളയ മകൾക്കും അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തു, കാത്തിരുന്നു. മൂത്ത മകൾ 2 വർഷത്തോളം കാത്തിരുന്നു. പിന്നീടാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. അവിടെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടാണ് മകൾക്ക് അഡ്മിഷൻ ലഭിച്ചത്. 2ാമത്തെ മകൾക്കും അതുപോലെ തന്നെ നീറ്റ് എക്സാം എഴുതി. വളരെ ടഫായിരുന്നു. 2024 എക്സാം നമുക്കറിയാം, വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അവിടെയും ഈ മക്കൾ 2 പേരും നീറ്റ് എക്സാമിന് പോയപ്പോൾ വെഞ്ചരിച്ച ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഈ 2 മക്കളും നീറ്റ് എക്സാമിന് പോയതും. അവിടെ പരീക്ഷയ്ക്ക് ടഫായ എക്സാം പോലും വിജയം നൽകി ഇവർക്ക് നല്ല റിസൾട്ടോടു കൂടി പാസ്സാകാൻ സാധിച്ചെങ്കിൽ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് മക്കളുടെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച കൃപ കൊണ്ടാണ്, ഈശോയിൽ നിന്ന് ലഭിച്ച കൃപ കൊണ്ടാണെന്നാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇന്ന് 2 മക്കളും MBBS കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിച്ചത് ക്ലാസ് 10-നും +2-നും നല്ല വിജയം നൽകി ജയിക്ക് പാസ്സാകണമെന്നാണ്. അതും അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്താൽ വിശ്വാസത്തോടെ പ്രാർത്ഥന ചൊല്ലി പ്രയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ മക്കൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഷിബി എന്ന സഹോദരിയും ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ എങ്ങനെ ട്രാൻസ്ഫർ ലഭിക്കുമെന്നറിയില്ല. മക്കളുടെ പഠനവും എല്ലാം നോക്കിയും കണ്ടും അമ്മ ക്രമീകരിച്ച് നൽകണേ എന്നാണ് പ്രാർത്ഥിച്ചത്. തക്ക സമയത്ത് തന്നെ അമ്മയുടെ ഹിതമനുസരിച്ച് വിട്ടതിനാൽ അമ്മയുടെ ഇഷ്ടമനുസരിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ അമ്മ ക്രമീകരിച്ച് കൊടുക്കുകയാണ് ഇവിടെ ജീവിതത്തിൽ. അങ്ങനെ കിട്ടിയ ട്രാൻസ്ഫർ എക്സ്റ്റൻഷൻ ചെയ്ത് ക്രമീകരിച്ച് കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് വ്യക്തമാക്കുന്നത്. തക്ക സമയത്ത് നമ്മുടെ കൂടെയുള്ള അമ്മ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന അമ്മ, കൃപാസനം അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ട്രാൻസ്ഫർ കിട്ടി. അതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ്. രോഗസൗഖ്യങ്ങളെല്ലാം ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ സഹോദരൻ മെഡിക്കൽ ഫീൽഡിലാണ്, നല്ല ജോലിയുണ്ട്. പക്ഷെങ്കിൽ കൂടുതലും എല്ലാ രോഗത്തിനും എന്ത് പ്രശ്നം വന്നാലും, രോഗാവസ്ഥയിൽ ശാരീരികമാണെങ്കിലും മാനസികമായാലും എന്ത് പ്രശ്നം വന്നാലും, കുട്ടികളുടെ പരീക്ഷ ആയാലും ശാരീരിക പ്രശ്നമായാലും എല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് കൂടുതൽ ആശ്രയം. അങ്ങനെ ബ്രസ്റ്റിലുണ്ടായിരുന്ന തടിപ്പും പല്ലുവേദനയും ശരീരത്തുണ്ടായിരുന്ന ഒരു ഗ്രോത്തുമെല്ലാം അമ്മയുടെ ഈശോയുടെയും കൃപയാൽ പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതായിട്ടാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ കൂടുതൽ തീഷ്ണതയോടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനും ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഈശോയും അമ്മയും കൂടുതൽ മറ്റുള്ളവരിൽ അറിയിക്കുവാനുമുള്ള ഒരു ശ്രമമാണ് ഈ കുടുംബം ഇന്ന് നടത്തുന്നത്. സുസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് ബിന്ദു. ഞാൻ
കാരിച്ചാൽ ഹോളി ഫാമിലി ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇതെൻ്റെ മോൻ സിയാൻ 7 വയസ്സുണ്ട്. ഇവന് 4 വർഷം കൊണ്ട് ഫിക്സ് വരുമായിരുന്നു. പലതവണ ഫിക്സ് വന്ന് വീണ് ICUലായി. അവസാനം സ്കൂളിൽ വെച്ചാണ് ലാസ്റ്റ് 2 വർഷത്തിന് മുമ്പ് ഫിക്സ് വന്നത്. സ്കൂൾ ടൈമിലാണ് ഫിക്സ് വന്നത്. അവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയ സമയത്തും എല്ലാം വീണ്ടും ഫിക്സ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ ആകെപ്പാടെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കിന് മുക്കാലും പോയ ഒരവസ്ഥയിലായിരുന്നു. കണ്ണ് തുറക്കത്തില്ല, മുഖം എല്ലാം കൂടി, സംസാരിക്കാൻ പറ്റത്തില്ല, എന്നെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ, സംസാരിക്കുന്നില്ല, നാക്കെല്ലാം ഒരു സൈഡിലേക്കായിരുന്നു, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു, ICUലേക്കായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരാദ്യം മരുന്ന് ഡോക്ടേഴ്സിന് പറഞ്ഞു അവർ കാണുന്നില്ല, എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് അറിയുന്നില്ല എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ICU വെച്ച് തന്നെ 7 പ്രാവശ്യം അവന് വീണ്ടും ഫിക്സ് വന്നു. അപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു ഇത് ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞവർ അതനുസരിച്ച് ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം, നാളെ നേരം വെളുക്കട്ടെ എന്നാണ് എന്നോട് അന്നേരം അവർ പറഞ്ഞത്. ഒരു 9:30 വരെ വൈകിട്ട് 5 മണിയൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് 9:30 വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് ഇങ്ങനെ വിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 2 ദിവസത്തേക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് ഏകദേശം ഒരു ബോധവാക്യമായി. അപ്പോൾ അവർ ഹൈ ഡോസ് സെഡേഷൻ കൊടുത്തു വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് അവന് ബോധം വന്നെങ്കിലും അവന് നടക്കാൻ പറ്റത്തില്ലായിരുന്നു, വേച്ച് വീഴുമായിരുന്നു, എണീറ്റിരിക്കാൻ പറ്റത്തില്ല, താങ്ങി പിടിച്ചാൽ മാത്രമേ അവൻ ഇരിക്കുകയുള്ളായിരുന്നു. ബാത്റൂമിലോ ഒന്നും കൊണ്ടുപോകണമെന്നെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വേണമായിരുന്നു പോകാനായിട്ട്. എന്നെ ഒന്നും ഓർമ്മ വരുന്നില്ല, നമ്മളതുപോലെ കുറേ പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചാൽ മാത്രമേ അവന് മനസ്സിലാകത്തുള്ളായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി അവിടുന്ന് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. 5 ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് ഡിസ്ചാർജ് ആയിപ്പോയി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ചെന്ന സമയത്ത് തിരിച്ച് ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കുഞ്ഞിനെ കാണിച്ച് നന്ദി പറഞ്ഞോളാം, ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അവിടെ വെച്ച് തന്നെ കുഞ്ഞിനെ ഉടമ്പടി വസ്തുക്കൾ വീട്ടിൽ നിന്ന് എടുപ്പിച്ചിട്ട് ഞാൻ അവന് അത് തേച്ച് ഉപയോഗിച്ച് പിന്നെ ഉടമ്പടി കാശുരും അവൻ്റെ തലയ്ക്ക് വെച്ചും തലയിൽ തൊട്ടും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ച് മരുന്ന് തന്ന് തിരിച്ചിവിടെ വന്ന സമയത്ത് അച്ഛനെ കാണാനായിട്ട് 2-3 പേര് മാത്രം അവിടെ ഓഫീസിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ വാതിൽക്ക് വന്നപ്പോൾ തന്നെ എന്നോട് വേഗം മാതാവ് പറയുന്നു, വേഗം ചെന്ന് ക്യൂ നിന്ന് കുഞ്ഞിനെ അച്ഛനെ കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മടിച്ച് നിന്നിട്ട് വീണ്ടും എൻ്റെ പുറത്തുനിന്ന് തള്ളി വിടുന്ന പോലെ പെട്ടെന്ന് തന്നെ എന്നെ അങ്ങോട്ട് തള്ളിവിട്ട് വേഗം ചെല്ലെന്നും പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ച് ടോക്കൺ തന്നു. അപ്പോൾ തന്നെ അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു, സൈത്ത് പൂച്ചി പ്രാർത്ഥിച്ചു, കുഞ്ഞിൻ്റെ കുരിശും വെച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്നു പറഞ്ഞു വിട്ടു. അതിനുശേഷം ഇതുവരെ ഇപ്പോൾ 2 വർഷമായി അവന് ഫിക്സ് ഒന്നും വന്നിട്ടില്ല. അവനിപ്പോൾ പഴയതിൽ നല്ല ആക്റ്റീവായിട്ടായിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പിടിച്ചെടുക്കാനൊക്കെ അവനുള്ള ബുദ്ധി കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും അതിന് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷി അവൻ്റെ തന്നെയാണ്. അവന് 2 വർഷമായിട്ട് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. സ്കിൻ അലർജി എന്ന് പറഞ്ഞാൽ അവന് ഒരു ഭക്ഷണവും കഴിക്കാൻ വയ്യ, ശരീരം വിയർക്കാൻ വയ്യ. അപ്പോഴത്തേന് ചൊറിഞ്ഞിട്ട് മുഖം മുഴുവൻ വികൃതമായി ചുമന്ന് ചോരയായി, കയ്യെ കൂടൊക്കെ ചോര വലിക്കുന്ന അവസ്ഥയാണ് ദേഹം. അവന് ഒരു വസ്ത്രം ഇടാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. 3-4 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് അല്ലാതെ വീടുകളിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സിനെ കാണിച്ചു. അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു പെട്ടെന്ന് കുറയില്ല, 10 വയസ്സ് വരെയെങ്കിലും ഇതിങ്ങനെ കണ്ടിന്യൂസ് വന്നു പോയിരിക്കും, അപ്പോൾ അത്രയും നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ആ മരുന്നൊന്നും കൊടുത്തിട്ട് അവനൊരു കുറവില്ല. ഒരു ദിവസം ചൊറിച്ചിൽ കുറയും, പിറ്റേ ദിവസം വീണ്ടും അതുപോലെ തന്നെ. എന്ത് ഭക്ഷണം കഴിച്ചാലും അവന് മോര് മാത്രം കഴിക്കാം, ചോറും ഇത്തിരി മോരും മാത്രം കഴിക്കാം, വേറെ ഒന്നും കഴിക്കാൻ വയ്യ. അവനാണെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങൾ വേണമെന്ന് പറഞ്ഞ് കരച്ചിലും. അങ്ങനെയായി ഞങ്ങൾ ആകെ വിഷമിച്ചു. അങ്ങനെ ഒന്ന് വീണ്ടും ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് അമ്മയെ കാണിച്ചു, ഒത്തിരി സങ്കടപ്പെട്ട് പറഞ്ഞു. അന്ന് ഒരു ദിവസം അച്ഛനെ കാണാൻ ഇവിടെ വന്ന സമയത്ത് അച്ഛനില്ലായിരുന്നു. അലക്സ് അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടത്തിൽ വെച്ച് അലക്സ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു, തലേ കൈവച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. അച്ഛനെ കാണിച്ചു അവൻ്റെ മുറിവുകളൊക്കെ പറഞ്ഞു. ഉപ്പിട്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉപ്പിട്ട് കുളിപ്പിക്കാൻ, വെള്ളത്തിലിട്ട് കുളിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ക്രമേണ അത് മാറാൻ തുടങ്ങി. ഇപ്പം അവനെ പാടുപോലും ഇല്ല, എല്ലാം മുഖമൊക്കെ വികൃതമായെന്ന് കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലായിരുന്നു. അതൊക്കെ മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇടയ്ക്ക് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാറിക്കഴിയുമ്പം. അപ്പോൾ ഇത്തിരി താമസിച്ച് കഴിഞ്ഞാൽ വീണ്ടും അവിടെയൊക്കെ ചൊറിയാൻ തുടങ്ങി. അപ്പം മനസ്സിലായി സാക്ഷ്യം പറയാനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അന്നേരം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല മോനെയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പം. ഇപ്പം വന്ന് അതിനുവേണ്ടി അമ്മയ്ക്ക് നന്ദി പറയുന്നു.
ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല, എല്ലാ ഭക്ഷണവും ഞാൻ കൊടുക്കുന്നുണ്ട്. അവൻ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു. അവന് തണുത്തതൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, എങ്കിലും എല്ലാ ഭക്ഷണവും അവനിപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വീട്ടിലെ ഓരോ അംഗത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്നും അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയ്ക്ക് അതിന് കോടാനുകൂടി നന്ദി പറയുന്നു. ഇതെൻ്റെ അപ്പനാണ്. അപ്പൻ്റെ പേര് ബേബി. എൻ്റെ അപ്പന് 3 അറ്റാക്ക് വന്നതാണ്. ആദ്യം ഒരു 2023 വീടിൻ്റെ മേൾഭാഗം തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് തെന്നി, കരിയില തൂത്ത് കളയുന്ന കൂടെ കാല് തെന്നി താഴെ വീണു. താഴെ സ്ലാബായിരുന്നു. ആ സ്ലാബിൻ്റെ പുറത്തോട്ടാണ് വന്ന് വീണത്. അവിടുന്ന് ഹോസ്പിറ്റലിലൊക്കെ അന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ വേദന തുടങ്ങിയപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് അവർ CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 6 വാരിയൽ പൊട്ടി വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഒരല്പം കൂടി മാത്രമേ ഉള്ളൂ അത് വിട്ടുപോകാനായിട്ട്. ഒരു ശക്തമായിട്ടുള്ളൊരു തുമ്മലോ ഒരു ചുമയോ വന്നാൽ പോലും അത് അത്രയും വിട്ടുപോകും. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താൽ തന്നെയും ഇങ്ങനെ അറ്റാക്ക് വന്നിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഇതറിഞ്ഞ് ഞങ്ങളെല്ലാം വിഷമിച്ച് എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന് ആ സമയത്ത് ഉടമ്പടി നിയോഗം വെച്ച് അപ്പൻ്റെ ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കൾ എപ്പോഴും തേക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞാനില്ലെങ്കിൽ പോലും അമ്മയോടും പറയാറുണ്ട് എപ്പോഴും അത് തേച്ച് പ്രാർത്ഥിക്കാൻ. നിരന്തരം അപ്പന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലിയും ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. ഇന്നിപ്പം 3-4 വർഷമായി. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അതങ്ങനെ മാറിപ്പോയി. ഒരു കുഴപ്പമില്ല. ഇന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിറ്റേ വർഷം അതേ സമയത്ത് തന്നെ ക്രിസ്മസിൻ്റെ സമയത്ത് ക്രിസ്മസ് സ്റ്റാർ അഴിക്കാനായിട്ട് ക്രിസ്മസിന് ജനുവരി ഒക്കെ ആയപ്പോൾ 1-ാം തീയതി ഒക്കെ ആയപ്പോൾ സ്റ്റാർ ഇനി അഴിച്ചേക്കാമെന്ന് പറഞ്ഞ് സ്റ്റാർ അഴിക്കാൻ മേളിൽ കയറുന്നു. അവിടെ അപ്പോഴും ഇതുപോലെ കാല് തന്നെ താഴെ വീണു. നട്ടെല്ലിന് പൊട്ടലുണ്ടായി. ഹോസ്പിറ്റലായി. അന്ന് ഇതുപോലെ അന്ന് വേണ്ട കുഴപ്പമില്ല മാറിക്കോളുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് തീരെ വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റായി. സ്കാൻ ചെയ്ത് നോക്കിയപ്പം നട്ടെല്ല് പൊട്ടിയിരിക്കുകയാണ്. അതും വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ വിഷമിച്ച്. അവർക്കറിയാം അറ്റാക്ക് വന്നതാണെന്നൊക്കെ അറിയാം. പിന്നെ വാരിയലിന് പ്രശ്നമുണ്ടപ്പം നോക്കിയ ഡോക്ടർ തന്നെയായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു പ്രശ്നങ്ങൾ. അപ്പോഴും പറഞ്ഞു റിസ്ക് ആണ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിതുപോലെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് വളരെയധികം വിഷമിച്ച് അമ്മയോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിച്ചുമായിരുന്നു. ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി തേക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഭാരമുള്ള ഒന്നും എടുക്കരുതെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അപ്പനോട്. അപ്പന് മീൻ കച്ചവടമാണ്. മീൻ പെട്ടിയൊക്കെ ചുമ്മേണ്ടി വരും. ഇപ്പോഴും അതിനുശേഷം ഇന്ന് വരെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. മരുന്നുകൾ കഴിച്ച് അന്ന് മാറിയതാണ്. ഇപ്പോൾ മരുന്നുകളൊന്നും അതിന് വേണ്ടിയിട്ട് കഴിക്കുന്നില്ല. അതിന് സൗഖ്യം വിട്ടു. ഇന്നും ജോലിക്ക് പോയിട്ടാണ് ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയാനായിട്ട് വരുന്നത്. ഭാരമുള്ളതൊക്കെ എടുക്കുകയും ചെയ്യുന്നു. പെട്ടിയൊക്കെ തന്നെയാണ് മീൻ പെട്ടിയൊക്കെ ചുമ്മ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അമ്മയുടെ കാരുണ്യത്തിൽ 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എല്ലാ മാസവും ആദ്യ ആഴ്ച തന്നെ ഇവിടെ വന്ന് 3 കെട്ട് പത്രം വാങ്ങിച്ച് വീടുകളിൽ, ഞാൻ ഹോസ്പിറ്റലുകളൊന്നും കൊടുക്കാറില്ല, വീടുകളിലാണ് കൊടുക്കും. ഓരോ സ്ഥലത്ത് എൻ്റെ അടുത്തുള്ളതല്ല, അടുത്തുള്ളത് കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ചുറ്റോടും കൂടുതലും മിക്കവാറും ആൾക്കാരെല്ലാം ഉടമ്പടി എടുത്ത വീടുകളാണ് എൻ്റെ ചുറ്റുപാടുള്ളത്. കാരണം ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഹസ്ബൻഡും കൂടി കാണാൻ പത്രം കൊടുക്കാൻ പോകാറുള്ളത്. എല്ലാ വീടുകളിലും എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെ വീടുകളിലും കയറി അവർക്ക് പറഞ്ഞ് പത്രം കൊടുക്കും. തൈലവും കാശുരൂപവും ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ പോകാറുള്ളത്. അവർക്ക് രോഗികളായി വയ്യാഴിക പറയുന്നവരോടൊക്കെ അല്ല, തൈലം തൂത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് പേര് സൗഖ്യം കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുമുണ്ട്. എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരോടൊക്കെ ഞാൻ അതനുസരിച്ച് അവർക്ക് പ്രചോദനം വരത്തക്ക രീതിയിൽ എല്ലാം പറഞ്ഞു കൊടുത്ത് പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് നല്ല വിജയം കിട്ടിയവരുണ്ട്. ഇങ്ങനെ പത്രം കൊടുക്കാൻ പോയി പരിചയപ്പെട്ട അങ്ങനെ പലർക്കും അങ്ങനെ ചെയ്യാറുണ്ട് പത്രപ്രേക്ഷിതം. പിന്നെ സാക്ഷ്യങ്ങൾ കാണാം. രാവിലെ മുതൽ സാക്ഷ്യങ്ങളാണ്. ഞാൻ എപ്പം നിന്നാലും എൻ്റെ വീട്ടിൽ ഫുൾ ടൈം ഇത് മാത്രമേ ഉള്ളൂ. സാക്ഷ്യങ്ങളും കൃപാസനത്തിലെ കാര്യങ്ങളാണ് കൂടുതലും. ഞാനൊരു വഴിയറമ്പിലാണ്. വഴിയിൽ കൂടെ പോകുന്നവർക്ക് പോലും ഇതാണ് എപ്പോഴും. അതിലെ പോകുന്നവരെല്ലാം എന്നെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ റോഡിൽ കൂടി കേൾക്കത്തക്ക രീതിയിലാണ് ഞാൻ ഫോൺ ഓണാക്കി വെച്ച് സാക്ഷ്യങ്ങളും ഓരോ പ്രാർത്ഥനകളും കേൾക്കാറുള്ളത്. അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം ചൊവ്വാഴ്ച ഉപവാസത്തോടു കൂടി തന്നെയാണോ ഉടമ്പടി ധ്യാനം ഞാൻ കൂടാറുള്ളത്. അത് ഷെയർ ചെയ്യുകയും ചെയ്യും. സാക്ഷ്യങ്ങളാണേലും കണ്ടിട്ട് ഷെയർ ചെയ്യും. പള്ളിയിൽ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകാറുണ്ട്. പിന്നെ കുമ്പസാരം എല്ലാം 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ കുമ്പസാരിക്കാറുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കണേ അമ്മയെന്നാണ് ഞാൻ എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് അനാഥാലയത്തിൽ പോകാറുണ്ട്. അവിടുത്തെ അമ്മച്ചിമാരെ നോക്കുന്ന ഒരു അനാഥാലയം അടുത്തുണ്ട്, അവിടെ പോകാറുണ്ട്. അവർക്ക്
അവർക്ക് എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിൽ പോലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഭക്ഷണങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മമാർക്കൊക്കെ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെയും ആരുമില്ലാത്തവർക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും എഴുതിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അവനിൽ നിന്ന് അശുദ്ധാത്മാവ് പുറത്തു പോവുകയും ഇനിയൊരിക്കലും അവനിൽ പ്രവേശിക്കരുത് എന്ന് യേശു കൽപ്പിക്കുകയും ചെയ്തു. ബിന്ദു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ വലിയ സംരക്ഷണത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന, ഈശോ സൗഖ്യപ്പെടുത്തുന്ന വലിയ അത്ഭുതങ്ങളാണ് ബിന്ദു ഇവിടെ ഏറ്റുപറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ച് നൽകി സൗഖ്യം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത്. 4 വർഷമായിട്ട് മകന് ഉണ്ടായിരുന്ന ഫിറ്റ്സ് ഈശോ തന്നെ സൗഖ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യമാണ്. അവരുടെ ആകുലതകൾ വളരെയധികമായിരുന്നു. 2 വർഷത്തോളം കുഞ്ഞിന് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. ഒരു ഭക്ഷണവും കഴിക്കാൻ സാധിക്കാതെ വളരെ സങ്കടപ്പെട്ടിരുന്ന അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ്. ഇനി ഒരിക്കലും ഈ മകനെ കഷ്ടപ്പെടേണ്ടി വരികയില്ല, വേദനിക്കേണ്ടി വരികയില്ല. മറ്റു കുട്ടികളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ ഭക്ഷണവും കഴിക്കാം. അവൻ്റെ ബുദ്ധിയിലുള്ള വികാസവും അവന് പഠിക്കാനുള്ള എല്ലാ സാമർഥ്യവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും അവന് ലഭിച്ച് അവനെപ്പോഴും സ്കിൻ അലർജി ആ രോഗം സൗഖ്യപ്പെട്ടതോടെ മറ്റുള്ള കുഞ്ഞുങ്ങളെപ്പോലെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാനുള്ള കൃപയെല്ലാം ഈശോ അവന് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പപ്പയെക്കുറിച്ച് ബിന്ദു പറയുകയുണ്ടായി. 3 അറ്റാക്ക് വന്ന ഒരപ്പച്ചനാണ് ഇന്ന് ഇയാൾ തറയിൽ നിൽക്കുന്നത്. അതിനുശേഷം ഒരു വലിയ വീഴ്ചയിൽ 6 വാരിയല് പൊട്ടി. രണ്ടാമതും ക്രിസ്മസ് ട്രീ ക്രിസ്മസ് സ്റ്റാർ അഴിക്കുന്ന സമയത്ത് വീണ്ടും വീണു. ഇതൊക്കെയായിട്ടും ഇവരുടെ ഏറ്റവും നല്ല മെഡിസിൻ, യാതൊരു ട്രീറ്റ്മെൻറ്റും കൂടാതെ അവർക്ക് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന ഏക മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മെ സുഖപ്പെടുത്തുന്നത് ഈശോയുടെ തിരുവചനങ്ങളാണ്. ബിന്ദുവിൻ്റെ ആസ്തി എന്ന് പറയുന്നത് സുവിശേഷ കൈമാറ്റമാണ്. ബിന്ദു പറയുന്നു, ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും കൃത്യമായി ഉപവസിച്ചുകൊണ്ട് ആ ധ്യാനങ്ങൾ പങ്കെടുക്കുമായിരുന്നു. ജോസഫച്ചൻ്റെ എല്ലാ പ്രബോധനങ്ങൾ ശ്രവിക്കുകയും മറ്റുള്ളവർ കൂടി അത് കേൾക്കാൻ മാത്രം ഞാൻ അതിനെ പ്രഘോഷിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ആസ്തി നമുക്ക് വരുമ്പോഴാണ്, ഉടമ്പടിയുമായുള്ള ആ ബന്ധം എപ്പോഴും നിലനിൽക്കുമ്പോഴാണ് നാം ചോദിക്കുന്നത് എന്തും ഉടനെ ഈശോ നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗ്രീൻ സിഗ്നൽ ഈശോയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഉടമ്പടി പെട്ടെന്ന് കത്തുകയും ചെയ്യുന്നത് അപ്പോഴാണ്. നടന്നു വരുന്നവർ പറന്നു പോകുന്നു എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. നാം എത്ര സങ്കടപ്പെട്ട് വന്നാലും, നമ്മുടെ ജീവിത ദുഃഖങ്ങൾ എത്ര തന്നെ വലുതായാലും ഈശോയ്ക്ക് ഒരു നിമിഷം, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി നമുക്ക് സൗഖ്യം തരുവാനും നമുക്ക് എഴുന്നേറ്റ് നടക്കുവാനും നമുക്ക് ആരോഗ്യത്തോടുകൂടി മറ്റുള്ളവരെ പരിചരിക്കുവാനും. അതിനുവേണ്ടി നമുക്കുള്ള ഒരൊറ്റ മാതൃകയേ ഉള്ളൂ, ഈശോയുടെ ഒരൊറ്റ മാതൃക. അവിടുത്തെ വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും അവിടുത്തെ പരിചരിക്കുന്നവനായും നാം എപ്പോഴെല്ലാം കണ്ടോ, നാം എപ്പോഴെല്ലാം അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്തുവോ, അതാണ് നമ്മുടെ ആസ്തി. നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം, വിശ്വസ്തരായിരിക്കാം. ബിന്ദുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു മഹത്വമുണ്ടാകട്ടെ. അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാക്കി 2ാം വട്ടം ഈ ആൽത്താരെയും അമ്മ ഉയർത്തതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് റിൻസൻ എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ഇടവക കുണ്ടന്നൂരാണ്. അമ്മ ചെയ്തിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപക്കും നന്ദി പറയുന്നു. എൻ്റെ 2023 ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാർ വഴിയാണ് വന്നത്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ പുതുക്കി ജീവിക്കുന്നു. ഈശോയും അമ്മേനും കൂടുതൽ സ്നേഹിക്കുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ അമ്മയുടെ കയ്യിൻ്റെ മുകളിൽ, അമ്മ ഒരു വീട്ടിൽ ജോലിക്കാണ് പോകുന്നത്. അമ്മയുടെ കയ്യിൻ്റെ മുകളിൽ സോപ്പിലിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ഡോക്ടറിനൊക്കെ കാണിച്ചിട്ട് മാറിയെന്നില്ല. അമ്മയുടെ ഉപ്പും തേനും അതേപോലെ തന്നെ ഉടമ്പടി തൈലം മൂലമാണ് അമ്മയുടെ കയ്യിൻ്റെ മുകളിലത്തെ മാറിയത്.
അതേപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് വീടിൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥലം മേടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടുത്തെ വീട്ടിലെ ചേട്ടൻ കൊടുക്കണില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അമ്മയുടെ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ സ്ഥലം ഈശോയും മാതാവും ഞങ്ങൾക്ക് മേടിച്ചു തന്നു. ഇതുപോലെ വീടിൻ്റെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, നീ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിക്കുക. ഞാനിവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ മാതാവ് എനിക്ക് സന്ദേശം തന്ന വഴി ഞാൻ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവരായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് അവർ പോകുന്നു. അവർക്ക് നമുക്ക് ആരെയും ശത്രുതയെ വിചാരിച്ച് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പണ്ടത്തെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇപ്പോൾ കൂടുതൽ ദൈവത്തിലേക്ക് അടുത്ത കാരണം ഈശോയും അമ്മേനെയും അറിയണ കാരണം എനിക്ക് കൂടുതൽ ആരിനെ അങ്ങനെ ദ്രോഹിക്കാൻ താല്പര്യമില്ല. പിന്നെ കൂട്ടുകാരന്മാരുടെ കല്യാണം നടക്കാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വയസ്സ് 34 വയസ്സ് 36 വയസ്സായ ചേട്ടന്മാരുണ്ടായിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ചേട്ടന്മാരായിരുന്നു. അവരുടെ വിവാഹം അമ്മ വഴി ഈശോ വഴി നടത്തി കൊടുത്തു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ വൃദ്ധസദനത്തിലേക്ക് പോകാറുണ്ട്. അവിടെ പോയിട്ട് അമ്മച്ചമാരും അപ്പച്ചമാരും കുളിപ്പിക്കും. അവർക്ക് ഞാൻ കുളിപ്പിക്കാൻ വന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അവർ നീ അടുത്ത ആഴ്ച വരണം കേട്ടോ, അല്ലെങ്കിൽ ഇട ദിവസങ്ങൾ വരണം. അങ്ങനെ ഏറ്റവും കൂടുതൽ അവരെന്നെ അപ്പച്ചന്മാരും അമ്മച്ചമാരും സ്നേഹിക്കുന്ന കാരണം നമ്മൾ കൂടുതൽ അവരുടെ അടുത്തേക്ക് പോവും. പിന്നെ ഇതേപോലെ രോഗികളായി കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോവും. ഡോക്ടർ ആശുപത്രിയിലേക്ക് ഇതേപോലെ എനിക്ക് ഓരോ ആൾക്കാരെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഈശോയും മാതാവും മെസ്സേജ് തരാറുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉടമ്പടിയിലേക്ക് വരണം. പക്ഷേ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മാതാവും വേണ്ട ഈശോയും വേണ്ട എന്ന് പറയാറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്തിന് സാക്ഷ്യങ്ങൾ കിട്ടിയിട്ട് സാക്ഷ്യം പറയാത്ത കുറേ ആൾക്കാരുണ്ട്. എന്ത് പ്രശ്നം വന്ന് ദിവ്യബലിക്ക് പോകാൻ താല്പര്യമില്ലാതെ എന്തിനാ അങ്ങനെ പോകണമെന്ന് വരെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ട് ആദ്യമത്തെ വട്ടം സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ എൻ്റെ കൂട്ടുകാരന്മാർ മുഴുവൻ എൻ്റെ അടുത്ത് നീ എന്തിനാ അങ്ങോട്ട് പോകണത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ ഇത് ഏത് സഭയെന്ന് എനിക്കറിയോ. അപ്പോൾ അങ്ങനെ കുറേ നിച്ച വർത്തമാനങ്ങൾ കുറേ കേട്ടിട്ടുള്ള ഒരാളാണ് ഈ കൃപാസനത്തിലേക്ക് വന്നതിൻ്റെ ശേഷം. കൂടുതൽ ആലുമയിലേക്ക് പോയതെന്ന് വെച്ചെങ്കിൽ എന്നും ദിവ്യബലി കാണണം. എനിക്ക് ദിവ്യബലി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ജോലിക്ക് പോകുള്ളൂ. എനിക്ക് പെയിൻറ്റിങ് വർക്കാണ്, അത് അമ്മ തന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്നും പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് പോകുമ്പോൾ ആൾക്കാർ പറയും വലിയ പുണ്യാളം വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അത് പറഞ്ഞോടെ എനിക്ക് വിഷമമില്ല. ഞാൻ ഈശോയുടെ കൂടെയും അമ്മയുടെ കൂടെ നടക്കണതിൻ്റെ അനുഗ്രഹങ്ങളും എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ള കാരണം എനിക്ക് കുഴപ്പമില്ല. പറയണവരെന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എനിക്ക് അച്ഛൻ്റെ ധ്യാനങ്ങൾ ഫുൾ ടൈം എൻ്റെ ചെവിട്ടിലെ ഇയർഫോണാണ്. ധ്യാനങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ വിജയകുമാർ സാറിൻ്റെ ധ്യാനങ്ങൾ, ടോക്കുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂടുതൽ ജീവിതം നയിക്കുന്നത്. ഞാൻ ഇങ്ങനെ കൂടുതൽ ഫുൾ ടൈം വർക്കിന് പോകുമ്പോഴൊക്കെ ഞാൻ ഇയർഫോൺ വെച്ചിട്ട് ഇങ്ങനെ നടക്കണ കാരണം എൻ്റെ കൂട്ടുകാരന്മാർ വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഈ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് മെൻ്റലാവും എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. എനിക്ക് അവരോട് പറയാനുള്ളത്, കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി ജീവിതം നയിച്ചാൽ ഇവർക്ക് അറിയാം എന്താണ് കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ ശക്തി, അമ്മയുടെ ശക്തി, അതേപോലെ തന്നെ സഞ്ചാരി മാതാവിൻ്റെ കഴിവ്. എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി 2-3 വട്ടം എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് മെസ്സേജുകൾ തരും, ഇന്ന പ്രശ്നം ഉണ്ടാവും, നീ പേടിക്കണ്ട. പക്ഷേ നമ്മളെ സംരക്ഷിക്കാൻ സഞ്ചാരി അമ്മ എന്ന് പറയുന്നത് വെറുതെ പറയുന്നില്ല. സഞ്ചാരി അമ്മ അത്രയും നമ്മൾ വിശ്വസ്തത ദൈവത്തിനോട് കാണിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസ്ത അമ്മയോട് ഈശോടും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട് എനിക്ക്. കാരണം ഞാൻ അങ്ങനെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടുകാരുണ്ട് ഇവിടെ, ഞാനിവിടെ സാക്ഷ്യം പറയുമ്പോൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉടമ്പടിയിൽ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ആത്മീയയിലേക്കായാലും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും ദൈവിക കാര്യങ്ങളൊക്കെ ആയാലും മനുഷ്യനെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ്. പിന്നെ നല്ലൊരു മദ്യപാനികയായിരുന്നു ഞാൻ. അത്യാവശ്യം എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ. അതിന് മുന്നേ അത്യാവശ്യം ഞാൻ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ടിട്ട് ഇന്നേ വരെ ഞാൻ മദ്യപാനം അങ്ങനെ ദുശീല സാധനങ്ങളൊന്നും എനിക്ക് ആ ഭാഗത്ത് വരെ നിൽക്കില്ല ഞാൻ. കാരണം തലവേദന തുടങ്ങും. എനിക്ക് അമ്മ തന്നിട്ട് ഒരു അനുഗ്രഹമാണത്. കാരണം ആ ഭാഗത്തുനിന്ന് പൈശാശക്തിയുള്ള ഭാഗമാണ് ആ ഭാഗം. അപ്പം നമ്മൾ അവിടെ നിന്ന് പോവും. ഞാൻ പിള്ളേരുടെ അടുത്ത് പറയാറുണ്ട്, ഇത് കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ ഈശോനെ മാതാവിനെ കൂടുതൽ സ്നേഹിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആഗ്രഹമുണ്ട്. എനിക്ക് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയുടെ കൂടെ നടക്കാൻ കൃപ തന്നതിനും എനിക്ക് ദിവ്യബലിയൊക്കെ പോകാണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈശോനെ കുത്തിയ പോലെ ഹാർട്ടിലൊരു വേദനയാണ് എനിക്ക്. ഞാനങ്ങനെ അതുകൊണ്ടാണ് എന്നും ദിവ്യക്ക് പോകുന്നത്. എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, ഉടമ്പടി തെറ്റിക്കരുത്, ദിവ്യബലിക്ക് പോകണം, പ്രേക്ഷിത പ്രവൃത്തിക്ക് പോകണം.
എനിക്ക് ഇനിയുള്ളൊരു ആഗ്രഹമാണ് അകട്ട ജപമാല ഗ്രൂപ്പ് തുടങ്ങണമെന്ന്. ദൈവിക കാര്യങ്ങൾ കൂടുതൽ ചിന്താഗതിയായിട്ട് നടക്കുന്നു. ആ ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. സാക്ഷ്യങ്ങൾ ഫുൾ ടൈം ഇയർഫോണുള്ള കാരണം സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനങ്ങൾ ഒന്നും ഒഴിവാക്കില്ല ഞാൻ. ഇതെന്നാൽ ഈശോയ്ക്കും കൃപാസനാമ്മയ്ക്കും കോടാന നന്ദി പറയുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത്. പുറപ്പാട് പുസ്തകം 3:12. ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുമെന്നത് ദൈവ സാന്നിധ്യം തന്നെയാണ് നമ്മുടെ ശക്തി. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പഴയ നിയമത്തിലെ ഉടമ്പടിയിലും വാഗ്ദാന പേടകത്തിലെ ദൈവ സാന്നിധ്യമായിരുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയാണ് വാഗ്ദാന പേടകം. ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. മരിയൻ ഉടമ്പടിയിൽ നമ്മൾ ഈശോയോടും അമ്മയോടും ചേർന്ന് ജീവിക്കാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നമ്മളോട് പറയുന്നതും നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ്. ദൈവം കൂടെ ഉള്ളതിനാൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. റിൻസൺ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ ഒരു കൊച്ച് സാക്ഷ്യത്തിൽ പങ്കിട്ടതും അതുതന്നെയാണ്. എന്നോടൊപ്പം എൻ്റെ ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തെ പറ്റിയാണ് റിൻസൺ നമ്മളോട് ഷെയർ ചെയ്തത്. കൃപാസനത്തിൽ കൂട്ടുകാരുടെ കൂടെ വെറുതെ കാണുവാനായിട്ട് വന്ന റിൻസൺ പിന്നീട് ഒരു പുതിയ ജീവിതത്തിലേക്ക് തന്നെയാണ് ഈശോയും അമ്മയും കരം പിടിച്ച് ഈ മകനെ നയിച്ചത്. കൂട്ടുകാർ ഒരുപക്ഷെ ഇന്ന് ഉടമ്പടിയിലില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഇന്ന് റിൻസൺ, അന്ന് 2023 കൂട്ടുകാരുടെ കൂടെ കൃപാസനം വന്ന റിൻസണാണ് മദ്യപാനത്തിലും വേറൊരു ജീവിതത്തിലുമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്ന് കാലുകുത്തിയ ശേഷം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അടുത്തറിഞ്ഞ നിമിഷം മുതൽ ആ അമ്മയുടെ സ്നേഹത്തിലൂടെ ഉടമ്പടിയിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചപ്പോൾ ഈശോയും അമ്മയും ഒരു പുതിയ വഴിയാണ് കാണിച്ചു കൊടുത്തത്. ഇപ്പോൾ പക്ഷേ പല കൂട്ടുകാരും നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഇന്ന് ഒറ്റയ്ക്കല്ല. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യത്തിലൂടെ ആ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉടമ്പടിയിൽ തീഷ്ണതയോടെ വിശ്വസ്തതയുടെ മുന്നോട്ട് നയിക്കുകയാണ് റിൻസൺ. ഈശോയുടെയും അമ്മയുടെയും കാരുണ്യത്താലാണ് ഇന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് റിൻസൺ അവിടെ വന്നിരിക്കുന്നത്. ഈ മകൻ പറഞ്ഞതുപോലെ ആദ്യം അമ്മയ്ക്ക് രോഗമുണ്ടായിരുന്നു. ആ അലർജിയിൽ നിന്ന് സൗഖ്യം ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥന ഫലമായിട്ട് അമ്മയ്ക്കുള്ള രോഗസൗഖ്യം ലഭിച്ചു എന്നും, ചേച്ചിക്ക് ഒരു സ്ഥലം മേടിക്കാൻ ആഗ്രഹിച്ചു, അവിടെയും വിശുദ്ധ ഉപ്പ്, അതായത് വെഞ്ചരിച്ച ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വർഷങ്ങളായിട്ട് വിൽക്കാൻ സാധിക്കാഞ്ഞ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും പിന്നീട് അയൽപക്കക്കാരുമായിട്ട് നല്ല രമ്യതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെന്നുമാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കാനായിട്ട് സ്വാതന്ത്ര്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവെന്നും, എല്ലാവരോടും നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കുവാനും കൂട്ടുകാരോട് കൂടുവാനും ഒക്കെ ഉള്ളൊരു വലിയ ഒരു അനുഗ്രഹമാണ്. കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്കുള്ള വിവാഹ തടസ്സം മാറ്റുവാനും ഒക്കെ സാധിച്ചത് ഈ മകൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെയുള്ള ആത്മീയ ജീവിതമാണ്. ആക്സിഡൻറ്റിൽ പല പ്രാവശ്യവും മാതാവിൻ്റെ സംരക്ഷണവും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമാണ്. ഉടമ്പടി നമുക്കുള്ള ഒരു ഉറപ്പാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നൊരു വാഗ്ദാനമാണ് ഉടമ്പടിയിൽ. നമ്മുടെ ഉടമ്പടി വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ്. മരിയൻ ഉടമ്പടി ഒരാത്മീയ സമർപ്പണമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ഒരു തീരുമാനമാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ ഉറച്ച വിശ്വാസത്തിൽ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. റിൻസൺ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും സാന്നിധ്യവും മാത്രമല്ല സുഗന്ധാഭിഷേകവും കിട്ടിയെന്നാണ് ഇപ്പോൾ പറഞ്ഞതിനോട്. അതായത് ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ ആ സാന്നിധ്യം നമ്മളൊന്ന് നോക്കിയാൽ മതി. അമ്മയെ കൂടെയുണ്ടോ, ഈശോയെ ദൈവമേ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ആ സുഗന്ധാഭിഷേകം എന്ന് പറയുന്നത് അത് എല്ലാവരുടെ കൂടെ നമ്മൾ നിൽക്കുകയായിരിക്കും. പക്ഷെങ്കിൽ നമുക്ക് മാത്രം ആ സുഗന്ധം ലഭിച്ചെങ്കിൽ അത് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഒരു ഉറപ്പാണ്. അങ്ങനെയാണ് റിൻസനും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം പല പ്രാവശ്യം അനുഭവിക്കാൻ സാധിക്കുകയും സഞ്ചാരി മാതാവിൻ്റെ സംരക്ഷണവും ലഭിക്കുകയും ചെയ്തു എന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തിയത്. കാരുണ്യ പ്രവർത്തികൾ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോഴും കൂടുതൽ തീഷ്ണതയുടെ ദൈവസ്നേഹത്തിനായിട്ട് അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമം ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ കൂട്ടുകാരൊക്കെ വിളിക്കുമെങ്കിലും ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട് പോയെങ്കിലും പക്ഷേ എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്, കൃപാസനം അമ്മ, ഈശോയുടെ സാന്നിധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവുമാണ്. പണ്ട് മദ്യപാനത്തിൽ നിന്നുള്ള സമാധാനമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ള ഒരു ശാശ്വതമായൊരു സമാധാനമാണ്. ആ സമാധാനം നിത്യത വരെ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് റിൻസൻ്റെ ആഗ്രഹം. 2023 മുതൽ ഇന്ന് തുടർച്ചയായിട്ട് ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഉടമ്പടിയിൽ തന്നെ
തന്നെ മുന്നോട്ട് പോകുവാനാണ് സിൻസൻ്റെ ആഗ്രഹം. ഈശോയും അമ്മയും ഈ മകൻ്റെ ആഗ്രഹം സാധിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നതെന്ന വചനം നമ്മുടെ ജീവിതത്തിലും ഫലപ്രദമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റിൻസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യമായി തന്നെ എൻ്റെ യേശോപ്പച്ചനോടും അമ്മ മാതാവിനോടും ഒത്തിരിയേറെ ക്ഷമ ചോദിക്കുന്നു ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതിന്. എൻ്റെ പേര് അഖില. ഞാൻ പാലാ രൂപത കടനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ലീവിൽ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് 10 വർഷത്തോളമായി ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കും കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ MOH ഷാർജയിലേക്ക് പോകാനായിട്ട് MOH എക്സാം എഴുതാനായിട്ട് ഇവിടെ ഒരു ആലപ്പുഴയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു. 10 ദിവസത്തെ ക്രാഷ് കോഴ്സിന് 10 ദിവസത്തെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഗുജറാത്തിലാണ് അവളുടെ വീട്. ഞാനിവിടെ എൻട്രൻസിൽ വന്നപ്പം രാവിലെ 7-8 മണി ആയിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഇവിടെ എൻട്രൻസിൽ ആരും ഇല്ലായിരുന്നു. ഞാനിവിടെ എൻട്രൻസിൽ വന്നു, മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, എന്നെ പാസ്സാക്കുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു. അന്നേരം എനിക്കൊരു 4 to 5 സെക്കൻഡ് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായി. അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മ മാതാവിൻ്റെ പ്രസൻസ് ആണ് അത് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൾക്ക് ട്രെയിനിന് സമയമായ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയി. ഞാൻ വീട്ടിൽ ചെന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു എക്സാമിന് ഞാൻ പോയി. ആകെ 4 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയാത്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഏതായാലും ജയിക്കും, എനിക്ക് 4 ക്വസ്റ്റ്യൻ മാത്രമേ അറിയാത്തതുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു കുറേ നാളുകൾക്ക് ശേഷം റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പിന്നെ ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കുകളെല്ലാം മറന്നുപോയി, പ്രാർത്ഥനകളെല്ലാം മറന്നുപോയി. അങ്ങനെ 1.5 മാസത്തിനുള്ളിൽ എല്ലാ പ്രോസസ്സിങ് എല്ലാം സ്മൂത്തായി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഷാർജയിലേക്ക് വന്നു. ഞങ്ങളിവിടെ ഷാർജയിൽ ഞാനവിടെ ഒരു ബെഡ് സ്പേസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ രാവിലെ ആകുമ്പോൾ അവർ ജോലിക്ക് പോകും. അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് അപ്ലൈ ചെയ്യുവാണ്. ഒരു റിപ്ലൈയും വരുന്നില്ല. അവസാനമായപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ടും ഞാൻ എൻ്റെ മെറിറ്റിലാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പം അവർ ആദ്യമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ ആൻസറിൽ അവർ ഭയങ്കര ഇമ്പ്രസീവ് ആവുന്നുണ്ട്. അവർ വെരി ഗുഡൊക്കെ പറയും. ലാസ്റ്റ് എന്നോട് ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല. എൻ്റെ നാവിൽ ആരോ ചെങ്ങലയിട്ടതുപോലെ എനിക്ക് തോന്നുക. ഞാൻ ആലോചിക്കുമ്പം എൻ്റെ മനസ്സിൽ മുഴുവനും ഒരു ഇരുട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എനിക്കങ്ങ് ആകെ ഭയങ്കര സങ്കടമായി. പിന്നെയാണ് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്നെക്കൊണ്ട് കൂട്ടാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മനസ്സിലായി. ഇത് ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലായി. അന്നേരമാണ് ഞാൻ അമ്മ മാതാവിന് കൊടുത്ത വാക്കിനെക്കുറിച്ചൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ റൂമിലെത്തി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ജോസഫ് അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ വിസിറ്റിംഗ് വിസ തീരാൻ ആകെ 2 ആഴ്ച ഉള്ളൂ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് അവിടെ തന്നെ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ജോലി കിട്ടി. അങ്ങനെ 2 വർഷം കുഴപ്പമില്ലാതെയൊക്കെ ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് എൻ്റെ വിസ തീരാറായി, റിന്യൂ ചെയ്യാറായി. അപ്പോൾ എന്നെ HR വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ വിസ തീരാറായി, 1.5 ലക്ഷം രൂപയോളം ഇവിടെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. ഈ ആഴ്ച തന്നെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണെങ്കിൽ ICUവിൽ ശ്വാസമുട്ടലായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അന്നേരം ഞങ്ങൾക്ക് ആകെ ടൈറ്റായിട്ട് ഇരിക്കുക. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. യൂഷ്വലി എനിക്ക് 9 to 1 5 to 10 ആണ് ഡ്യൂട്ടി വരുന്നത്. ഞാൻ 9 to 1 കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിനാനായിട്ട് വരുമ്പം ഞാൻ എൻ്റെ മുറി വന്നിട്ട് ഞാനൊരു കൊന്ത എത്തിച്ചിട്ടേ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. അങ്ങനെ എനിക്ക് കൊന്തയെല്ലാം പറ്റുന്നില്ല. ഞാനിങ്ങനെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വരുന്ന മാതാവിൻ്റെ ഒരു രൂപത്തെ കെട്ടിപ്പിടിച്ച് ഞാനിങ്ങനെ കരഞ്ഞ് മുട്ടുകുത്തി നിൽക്കുക. എന്നിട്ട് ഞാൻ ഈശോപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ ഈശോപ്പച്ച, എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് ആരുമില്ല, എനിക്ക് അച്ഛനില്ല, എനിക്ക് സഹോദരങ്ങൾ ആരുമില്ല, എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ എന്നെ അവിടുത്തെ GM വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം പകുതി
പകുതി മാത്രം ഇപ്പം തന്നാൽ മതി, ബാക്കി ബാലൻസ് പൈസ നിങ്ങളുടെ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, നീ എന്താ ഒരു മെഡിക്കൽ സെൻറ്ററിൽ ഇപ്പോഴും മെഡിക്കൽ സെൻറ്ററിൽ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുവാണോ, ഇതുവരെ ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല, എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. ഞാനാണെങ്കിൽ 3 പ്രാവശ്യം OET ട്രൈ ചെയ്തു, എല്ലാം എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഫെയില്. ഞാൻ പുറത്ത് പോകാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു, എല്ലാം അവസാനമാകുമ്പോൾ എല്ലാം അങ്ങ് നടക്കുന്നില്ല. അങ്ങനെയായപ്പോൾ എനിക്കും അങ്ങ് ഭയങ്കര സങ്കടമായി. എല്ലാവരും കുറ്റപ്പെടുത്തൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാനും ഇങ്ങനെ ഓർത്തു, ദൈവമേ, എൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്നോട് ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ച് 2 പറയുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര മുൻകോപിയായിരുന്നു ഞാൻ. എൻ്റെ ഒത്തിരിയേറെ സ്വഭാവങ്ങൾ ഒത്തിരിയേറെ മാറ്റി. ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ, വിജയകുമാർ സാറിൻ്റെ ടോക്കുകൾ എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. ടച്ചിങ് ആയിട്ടുള്ള പല മെസ്സേജുകൾ ഞാൻ എഴുതി വയ്ക്കാറുണ്ടായിരുന്നു. എന്നിട്ടും ഞാനിങ്ങനെ ഓർത്ത്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും മാറ്റങ്ങൾ വരുത്തി, എന്നിട്ടും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ഞാനിങ്ങനെ ഓർത്തു. കാരുണ്യപ്രവൃത്തികൾ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൊഫഷൻ എൻ്റെ കാരുണ്യപ്രവൃത്തി തന്നെയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വരുന്ന പേഷ്യൻസിന് എല്ലാം ഞാൻ ദൈവത്തിനെയാണ് കാണുന്നത്. പിന്നെ പനി പിടിച്ച് വിറച്ച് വരുന്നവർക്ക് ഒക്കെ അവരെന്നോട് പുതപ്പ് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക, ദൈവം എന്നോട് ഇങ്ങനെ ചോദിക്കുവാണ്, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ പുതപ്പിച്ചു എന്നാണ് എനിക്ക് അതായത് തോന്നുന്നത്. പിന്നെ ഞാൻ ഓരോ ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോഴും എല്ലാം ഞാൻ മനസ്സിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നിട്ടും എനിക്ക് പറ്റാവുന്നവരെയൊക്കെ വിശക്കുന്നവരെയൊക്കെ ഞാൻ ഒത്തിരിയേറെ സഹായിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒത്തിരിയേറെ ജെനുവിനായിട്ട് തോന്നുന്ന എല്ലാവർക്കും ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ എന്തോ എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. ഞാൻ എപ്പോഴും എനിക്കും അവസാനമായപ്പോൾ എനിക്കും ഭയങ്കര ഡെസ്പായി. ഞാൻ ഭയങ്കര ഡിപ്രഷനായി. ദൈവമേ, എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തൽ, എൻ്റെ അവിടെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സൊക്കെ പറയും, നീ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നീ ഇത്ര എളിമപ്പെട്ടിട്ടും എന്താ നിനക്ക് മാത്രം ഇങ്ങനെ വരുന്നതെന്ന്. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ എല്ലാ ദിവസവും ചൊവ്വാഴ്ച എനിക്ക് ഓൺലൈൻ ഉടമ്പടി ധ്യാനം എനിക്ക് കാണാൻ പറ്റുകയില്ല. എനിക്ക് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. എനിക്ക് ബുധനാഴ്ചകളിലാണ് ഓഫ് വരുന്നത്. അന്ന് ഞാൻ എന്നും ഉടമ്പടി ധ്യാനം കാണും. അങ്ങനെ ധ്യാനം ഒരു ദിവസം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ജോസഫ് അച്ഛൻ പറയുവാണ്, ഒരാൾ 3 വർഷമായി സാക്ഷ്യം പറഞ്ഞിട്ട് അയാൾ എന്നാണോ സാക്ഷ്യം പറയുന്നത്, ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്, അന്നേരമേ അയാൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അത് എന്നെക്കുറിച്ചാണ് എന്ന്. പിന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, നീ എന്താണ് ഒന്നിനും ട്രൈ ചെയ്യാത്തത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അന്നേരം എല്ലാം ഞാനിങ്ങനെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നു, അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളൊരു ആ സമയത്തൊക്കെ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നതാണ്. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒത്തിരി പേർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ പൈസ ഇല്ലാതെയൊക്കെ വരുന്നവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ജെന്യുവനായിട്ട് എനിക്ക് തോന്നുന്ന എല്ലാ സോഷ്യൽ മീഡിയാസിലുള്ളവർക്കൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ടാവുന്ന വിധത്തിലൊക്കെ അവരെ സഹായിക്കാറുണ്ട് ഞാൻ. പിന്നെ ആധ്യാത്മിക ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതെനിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം അത്രയേറെ ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം ഇപ്പോൾ ഒത്തിരി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ മരണം വരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ എൻ്റെ കൃപാസന മാതാവിന് ഈശോബിന് ഒത്തിരിയേറെ നന്ദി പറഞ്ഞ് നിർത്തുന്നു. എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. യെശയ്യാ 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കടുകന്മാരെ പോലെ ചിറകടിച്ചുയരും.
അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അഖില മേരി ജെയിംസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലുണ്ടായ ഉയർച്ച താഴ്ചകളെയും അമ്മ മാതാവ് മകളെ വഴി നടത്തിയതും പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ ഉടമ്പടിയിലേക്കുള്ള മടങ്ങി വരവ് മകൾക്ക് അനുഗ്രഹത്തിന് കാരണമായതുമാണ് ഈ എഴുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ പഠന ഭാഗമായിട്ട് അമ്മയുടെ അരികിൽ വന്ന അമ്മയെ കണ്ട് ഉടമ്പടി എടുത്ത് ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. പാതി വഴിയിൽ വെച്ച് ഉടമ്പടി തിരിയൊന്ന് ഉഴപ്പി. പിന്നീട് അത് ക്ലേശങ്ങളുടെ ഒരു കാലമായി തീർന്നു. വിദേശത്ത് പോകുവാനുള്ള വഴികളൊക്കെ അടഞ്ഞു പോകുന്നു. അങ്ങനെ മകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല, എവിടെയോ കാര്യമായ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് മകൾ തിരിച്ചറിയുന്നത് ഉടമ്പടിയിൽ തനിക്കുണ്ടായിരുന്ന തീഷ്ണത, അതിനോടുണ്ടായിരുന്ന വിശ്വസ്തത, അത് ജീവിച്ചിരുന്ന രീതികൾ, അതിൽ നിന്ന് പിന്നോട്ട് മാറിയത് തൻ്റെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല ഭൗതിക ജീവിതത്തെയും ബാധിച്ചു എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണ് മകൾ വീണ്ടും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ജോലി സ്ഥിരത ലഭിക്കുകയും വിദേശത്ത് പോകുവാൻ വഴിയൊരുങ്ങുകയും അവിടെ ജോലി കണ്ടെത്തുവാനുള്ള കാര്യങ്ങൾ ശരിയാവുകയും കുടുംബവും ജീവിത സാഹചര്യവും സുരക്ഷിതമായി സ്റ്റാറ്റസ് ഉയരുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ എപ്പോഴും നമ്മുടെ ജീവിതത്തോടാണ് സംവേദിക്കുന്നത്. അത് ശരിക്കും നമ്മൾ ഗ്രാഫുകൾ കാണുന്നത് പോലെ ഈ തരംഗങ്ങൾ പോലെ എപ്പോഴും നമുക്ക് കാണാനാവും. നമ്മൾ ഉടമ്പടിയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ ആ തരംഗം ഉയർന്നു തന്നെ വരും. നമ്മൾ ആ വിശുദ്ധിയുടെയും വിശ്വസ്തയുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് മാറി അലസതയും അലക്ഷ്യമായും ജീവിതം നമ്മൾ നയിച്ചു തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ ദൈവകൃപയും ദൈവാനുഗ്രഹവും ദൈവ സാന്നിധ്യവും കുറയുന്നതും നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഉടമ്പടി എപ്പോഴും സ്റ്റഡിയായി പോവുക ആത്മശുദ്ധിയോടുകൂടി ജീവിതത്തെ നിലനിർത്തുന്നവർക്ക് മാത്രമാണ്. ഉടമ്പടി ഏതെങ്കിലും ഒരു കാര്യം നേടുവാൻ വേണ്ടി നാം ഓടിവന്നെടുത്ത് അത് കഴിയുമ്പോൾ മടക്കി വയ്ക്കേണ്ടതല്ല. ഉടമ്പടി ഓരോ നിമിഷവും ദൈവത്തോടുള്ള സ്നേഹത്തിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ വേണ്ടി നാം എടുക്കുന്ന ഓപ്ഷനാവണം. പലപ്പോഴും നമ്മൾ പരീക്ഷാ വിജയത്തിന്, ജോലി കിട്ടുന്നതിന്, കുടുംബ സമാധാനത്തിന്, വിവാഹം നടക്കുന്നതിനുള്ള ഒരു കാര്യം കണ്ടുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് വരുന്നത്. അപ്പോൾ അത് നടന്നു കഴിയുമ്പോൾ നമ്മൾ കരുതുന്നു കാര്യങ്ങളെല്ലാം സെറ്റായെന്ന്. പക്ഷേ ഉടമ്പടി നിങ്ങൾ എടുത്തവരാണോ വളരെ വേഗത്തിൽ മനസ്സിലാവും, ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ 10 കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നേടുവാൻ വേണ്ടി മാത്രം അമ്മയെ കാണുന്നവരായി നമ്മൾ മാറരുത്. മറിച്ച് നമ്മുടെ ജീവിതം തന്നെ കുറേ കൂടി ആത്മീയ ഇരുത്തത്തിലേക്ക്, ദൈവിക സംരക്ഷണത്തിലേക്ക്, ദൈവസ്നേഹ അനുഭവത്തിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നതായി നാം മാറ്റുവാൻ തയ്യാറാകുമ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നാം പോലും അറിയാതെ ഒരു ദൈവികമായ സംരക്ഷണയിൽ മുന്നോട്ട് പോകുന്നതും പ്രതിസന്ധികളില്ലാതെ കാര്യങ്ങൾ നടക്കുന്നതും നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഉടമ്പടി ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിലുള്ള ഇന്നലെയും നാളെയും ഞാൻ എങ്ങനെയാകും എന്ന ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു ഉറപ്പ് കൊടുപ്പാണ്. ജോലി കിട്ടുന്നതിന് മുമ്പും ജോലി കിട്ടിയ ശേഷവും, പരീക്ഷ വിജയിച്ചതിന് ശേഷവും വിജയിക്കുന്നതിന് മുമ്പും ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് ദൈവത്തിന് മുമ്പിലുള്ള ഒരു ഉറപ്പ് കൊടുപ്പാണ്. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് കാര്യം നേടിയിട്ട് ഇട്ടിട്ട് പോകുവാനുള്ളതല്ല, കാര്യങ്ങൾ ലഭിക്കും തോറും കൂടുതൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജീവിതത്തെ ആഴപ്പെടുത്തുവാനുള്ളതാണ്. അതിനുവേണ്ടി അമ്മയുടെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അലസതയും വീഴ്ചയും വരുന്നുവെങ്കിൽ അവ തിരുത്തുവാൻ വേണ്ടി തയ്യാറാവുക. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾക്ക് മേൽ ദൈവശക്തി പ്രവഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്കിലടിച്ച് ഈ